ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വർഷത്തെ മീറ്റിങ്ങിൻ്റെ അവസാന രാത്രി മീറ്റിങ്ങിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രത്യാശയും സ്വർഗം ഭൂമിയിലേക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ചേരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാനും നിത്യതയെ ഓർത്ത് അല്ലെങ്കിൽ നിത്യതയിൽ നമ്മുടെ അവകാശത്തെ ഓർത്ത് നമ്മുടെ ഹൃദയം ആനന്ദത്താൽ നിറയപ്പെടുകയും ചെയ്യുന്നത്. കർത്തൃസന്നിധിയിൽ കടന്നു വന്ന സമയം തുടങ്ങി ദൈവത്തെ പാടി സ്തുതിപ്പാനും നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും സ്വർഗം നമുക്ക് നല്ല ഒരു അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിലായി നാം തിരുവെഴുത്തിൽ കൂടെ വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില പ്രവചന സത്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. ഏതാണ്ട് AD 90-96 കാലയളവില് റോമൻ കൈസറായിരുന്ന ഡൊമീഷ്യനാൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ പുതിയ നിയമ സഭയ്ക്ക് ലഭിച്ച ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവിക പ്രവചനങ്ങളുടെ ചില ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ 2 രാത്രിയിലും നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. പ്രാരംഭ രാത്രിയിൽ നാം ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ പോയി എന്റെ പിതാവിന്റെ ഭവനത്തില് നിങ്ങൾക്കായി ഒരു വാസസ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുവാൻ മടങ്ങി വരും എന്നുള്ള നമ്മുടെ അരുമനാഥന്റെ മാറ്റപ്പെടാത്ത വചനത്തെ നാം ചിന്തിച്ചു. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം നമ്മുടെ മശിഹായുടെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുന്നു എന്നും ആകയാൽ ഇതൊക്കെയും കാണുമ്പോൾ തലകൾ ഉയർത്തി നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തു എന്നറിഞ്ഞ് വളരെ ജാഗ്രതയോടെ ജീവിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ ഭൂമിയിലേക്ക് വരുന്ന നമ്മുടെ മശിഹായുടെ ആ രാജ്യത്വത്തെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. തകർന്നുടഞ്ഞ സാമ്രാജ്യങ്ങൾ വീണ്ടും പുനർസ്ഥാപിക്കപ്പെടുമെന്നും ഭൂമിയെ അടക്കി വാഴുവാൻ സ്വേച്ഛാധിപതിയായ ഒരു എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുമെന്നും അതിലുപരിയായി മനുഷ്യനെ ഏകീകരിക്കേണ്ടതിന് ശാസ്ത്രം അവന്റെ കൈമേലോ നെറ്റിമേലോ മുദ്ര കുത്തേണ്ടതിന് ശാസ്ത്രീയ പുരോഗതി എന്ന് ലോകം വിശേഷിപ്പിച്ചിരിക്കുന്ന മൈക്രോ ചിപ്പിനെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. മുൻപ് നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന പ്രചരണ മാധ്യമത്തിൽ കൂടെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയങ്ങളെ ആ നോട്ടീസിൽ ക്രമീകരിച്ചിരുന്നല്ലോ. ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. വളരെ ആഴമേറിയ ഈ വിഷയം ചുരുങ്ങിയ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ആർക്കും ചിന്തിച്ചു തീർപ്പാൻ സാധ്യമല്ല. ആകയാൽ തിരുവെഴുത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രവചനങ്ങളിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നാം ചിന്തിച്ചത്. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ ഇന്ന് രാത്രിയിൽ വീണ്ടും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു നിർത്തിയ ഭാഗം തുടങ്ങി വീണ്ടും നമുക്ക് ആ ചിന്താഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടേക്ക് നാം നോക്കിയാലും മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ അണപൊട്ടി ഒഴുകിയാണ് നമ്മുടെ ദേശം പോലും. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന കേരളത്തിന്റെ ഗതി നോക്കിയാൽ ഏറ്റവും ദാരുണമായ
കൊലപാതകങ്ങളുടെ പിന്നിൽ കേരളക്കരയാകെ ഞെട്ടിവറയ്ക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇന്ന് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എവിടെ നോക്കിയാലും, ലോകത്തിലേക്ക് ഏതൊരു രാജ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നോക്കിയാലും എവിടെയും പ്രതിസന്ധികളും ദുഃഖങ്ങളും മാത്രമാണ്. വർഗീയ കലാപങ്ങൾ, രാഷ്ട്രീയ കലാപങ്ങൾ, പകർന്നു പിടിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, എല്ലാറ്റിലുപരി യുദ്ധക്കൊതിയന്മാരായ ഭരണകർത്താക്കന്മാർ, കൂണുപോലെ കുരുത്തുവരുന്ന ഭീകര സംഘടനകൾ, ഒരു മനുഷ്യന്റെ പ്രാണന് ഒരു ചെറിയ ഉറുമ്പിന്റെ വില പോലും കൽപ്പിക്കാത്തവണ്ണം നിഷ്ഠൂരതയുടെ ഒരു ആധിപത്യം ഭൂമിയെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ലോകത്തിൽ സംഭവിക്കുമ്പോൾ ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിന് എല്ലാ കാലത്തും വലിയ പ്രാധാന്യമുണ്ട്. വലിയവന്റെയും ചെറിയവന്റെയും ധനവാന്റെയും ദരിദ്രന്റെയും എല്ലാ മനസ്സിൽ രാപ്പകൽ അവനെ വേട്ടയാടുന്ന ഒരു ചോദ്യമാണ്, ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും? ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാല് മനുഷ്യൻ ഇന്ന് പുരോഗതിയുടെ ഏറ്റവും മൂർച്ഛിതാവസ്ഥയിൽ എത്തിയിരിക്കുക. ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യൻ നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗതിയും മനുഷ്യനെ ഉന്നതനാക്കി എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ അറിവിന്റെ പടികൾ ചവിട്ടിക്കയറി വളരെ ഉയരത്തിലേക്ക് എത്തുമ്പോൾ, മറുഭാഗത്ത് മനുഷ്യൻ ആത്മീകമായും ധാർമ്മികമായും ഏറ്റവും അധപ്പതിച്ചിട്ട് വളരെ ആഴത്തിൽ താണ് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടയുന്ന ഒരു ശപിക്കപ്പെട്ട തലമുറയായിട്ടാണ് ലോകം പോയിക്കൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യന്റെ പല കണ്ടെത്തുകൾ, മനുഷ്യന്റെ പല അറിവുകൾ, അവൻ ലോകത്തിൽ കണ്ടെത്തി എന്ന് അഭിമാനിക്കുന്ന പല കാര്യങ്ങളും മനുഷ്യൻ വരുന്ന തലമുറയ്ക്ക് ശവക്കുഴി വെട്ടിക്കൊടുക്കുകയാണെന്നുള്ള ആത്മസത്യം ലോകം പാടെ മറന്നിരിക്കുകയാണ്. ഭാവിയിൽ ഈ ലോകത്തിന് എന്തു സംഭവിക്കും? ഈ ചോദ്യം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ മേൽ ആധിപത്യം പിടിച്ചുവെങ്കിലും ഈ അന്ത്യനാളുകളില് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകം ഒരു വലിയ ഒരു തീകുണ്ടത്തിൽ പുകയുകയാണ്. ആളിക്കത്തുന്ന ഒരു പുരയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രാന്തൻ അട്ടഹസിച്ച് ഞാൻ സുരക്ഷിതനാണെന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ് ഇനി ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അരിഷ്ടതയുടെ അനുഭവമാണ് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ചില ഭാഗങ്ങളെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. പ്രാരംഭരാത്രിയിൽ യേശുവിന്റെ വരവിനെ കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ തകർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനർസ്ഥാപനത്തെ കുറിച്ചും ലോകമടക്കി വാഴുവാൻ എഴുന്നേറ്റ് വരുന്ന സ്വേച്ഛാധിപതിയായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവരുടെ ഭരണനയമായ മനുഷ്യന്റെ ഏകീകരണത്തിന് ഉപകരിക്കുന്ന 666 അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് എന്നുള്ളതിനെ കുറിച്ചും ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ നോട്ടീസിൽ മുമ്പ് ലഭിച്ചിരുന്നത് പോലെയുള്ള ആ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനം ഈ ഭൂമിയിൽ വന്നു ചേരും. തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ മെസ്സിഹായിക്ക് മുൻപായി ഇസ്രായേലിൽ ജീവിച്ച പല പ്രവാചകന്മാരും തങ്ങളുടെ പ്രവചനത്തില് അന്തിമമായി ഭൂമിയുടെ മേൽ വരുന്ന ഭയാനകമായ ന്യായവിധിയെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. പ്രവാചകനായ ദാനിയേല് തന്റെ പ്രവചനത്തിന്റെ അവസാന വരികളിൽ ഇങ്ങനെ എഴുതി, ലോകത്തിൽ മനുഷ്യജാതി ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടത അന്നുണ്ടാകും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇന്നേക്ക് 2600ഓളം വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ പ്രവാചകനായ ദാനിയേലിനോട് ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുക, ദാനിയേലേ, മനുഷ്യൻ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടത അന്നാളിൽ ഉണ്ടാകും. മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണമുള്ള ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയിൽ പതിക്കുമെന്ന് 2600 വർഷങ്ങൾക്ക് മുൻപ് ദാനിയേൽ പ്രവാചകനോട് ദൂതൻ പറയുക. ശേഷം പിൽക്കാലം ജീവിച്ച പല പ്രവാചകന്മാരും ദൈവത്തിന്റെ ക്രോധ ദിനത്തെ കുറിച്ച് പ്രവചിച്ചിരുന്നു. പ്രവാചകനായ ആമോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ ക്രോധ ദിനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നിരിക്കുന്നു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുമല്ലോ. 6-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉമാണ്. അന്നാളിൽ അവർ മലകളോട് ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, ശ്രദ്ധിക്കുക, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പി. അടുത്ത വാക്ക്, അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാനോട് ആത്മാവ് പറയുന്ന സത്യങ്ങള് യോഹന്നാൻ തന്റെ ആ തിരുവെഴുത്തുകളായി നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുക. ഒരു കുഞ്ഞാടിന്റെ ക്രോധ ദിനം വരുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്നാളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ധനവാന്മാരും ദരിദ്രന്മാരും മലകളോടും പാറകളോടും ഒക്കെ പറയുക, നിങ്ങൾ വന്ന് ഞങ്ങളുടെ മേൽ വീണ് ഞങ്ങളെ മൂടുവി. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു, ആരത് സഹിച്ചു നിൽക്കും? രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് കുഞ്ഞാടിന്റെ കോപത്തിന്റെ ദിവസം. വേദപുസ്തകം നമ്മൾ പഠിച്ചാല് ഈ കുഞ്ഞാടിന്റെ കോപ ദിവസത്തെ കുറിച്ച് പൂർവകാല പ്രവാചകന്മാർ പലരും വളരെ വ്യക്തമായി പ്രവചിച്ചിരുന്നു. അതാണ് നാം മുമ്പേ കണ്ടത്. ദാനിയേൽ പറയുകയാണ്, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടതയുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ ഭൂമിയിൽ വാസം തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ആ ദുരിതത്തിന്റെ നാളുവരെയുള്ള കാലഘട്ടം പഠിച്ചാൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വണ്ണം വലിയ കഷ്ടതയുടെ നാളുകളായിരിക്കുമത്. വീണ്ടും പ്രവാചകനായ ആമോസിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചാൽ, യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. പ്രവാചകനായ ആമോസ് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് പറയുക, യഹോവയുടെ ക്രോധദിനം അത് വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടു, മലകളോടും പാറകളോടും കുന്നുകളോടും അവർ പറയുക, നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടണം. കാരണം കുഞ്ഞാടിന്റെ മുൻപിൽ നിൽക്കുവാൻ, അവന്റെ ക്രോധ ദിവസത്തെ സഹിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അത്ര വലിയ ഒരു ക്രോധത്തിന്റെ ദിനം ഈ ഭൂമിയുടെ മേൽ വരും. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായ മലാഖി ഏതാണ്ട് ഇന്നേക്ക് 2400 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ക്രോധ ദിനത്തെ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി തീരും. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുൻപിൽ ലോകം ചുട്ടായി എരിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലാഖിയുടെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായ ഹബക്കൂക്ക് പറയുന്നത്, യഹോവ മനുഷ്യന്റെ അകൃത്യ നിമിത്തം ഭൂമിയെ ചവിട്ടുമ്പോൾ ഭൂമി വിറച്ചു പൊട്ടും. വീണ്ടും നാം തിരുവഴുത്തിൽ വന്നാൽ സെഫന്യാവ് തന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം, അന്ന് എവിടെയും ധീരന്മാർ അലറി വിളിക്കുന്നു, ആർക്കും നിലനിൽപ്പില്ല. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ
രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്പന്നനും ദരിദ്രനും ഒരുപോലെ ഓടി ഒളിച്ച ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഇല്ല സഹോദരങ്ങളെ, ആ ക്രോധ ദിനത്തിങ്കൽ ഓടി ഒളിക്കുവാൻ ഭൂമിയിൽ ഒരിടം ഉണ്ടായിരിക്കത്തില്ല. ശുദ്ധ തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്രോധത്തിന്റെ ദിനത്തെ യോഹന്നാൻ ദർശിക്കുന്നത് 3 ഭാഗമായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ അവിടെ കാണുന്നത് 7 മുദ്രകൾ പൊട്ടിച്ചുകൊണ്ടുള്ള ദൈവത്തിന്റെ ക്രോധ ഭാഗമാണ്. വീണ്ടും നാം തിരുവഴുത്തിൽ കടന്നു വന്നാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ക്രോധം 7 കാഹളമായി ഊതി ഭൂമിയുടെ മേൽ പതിക്കുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ദൈവ നിയോഗിതരായ ദൂതന്മാർ ദൈവത്തിന്റെ ക്രോധ കലശം ഭൂമിയുടെ മേൽ ഒഴിച്ച് ദൈവക്രോധത്താൽ ഭൂമി വെന്തരികയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദിനങ്ങൾ ഏറ്റവും ഭീകരതയേറിയ അനുഭവമാണ്. മലകളെ, കുന്നുകളെ, ഞങ്ങളെ മൂടുവീൻ, ഓടി ഒളിപ്പാൻ ഇടമില്ല. മാത്രമല്ല പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ നിന്റെ പൊന്നിനോ നിന്റെ വെള്ളിക്കോ യാതൊരു വിധത്തിലും നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൊന്നിനോ വെള്ളിക്കോ സഹായിപ്പാൻ സാധ്യമല്ല. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ നാളിൽ പൊന്നിനോ വെള്ളിക്കോ ദൈവത്തിന്റെ ക്രോധ ദിനത്തിന് നിന്നെ രക്ഷിപ്പാൻ സാധ്യമല്ല. ഓടിയൊളിപ്പാൻ ഭൂമിയിൽ ഇടമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ 3 ഭാഗമായി യോഹന്നാൻ അത് ദർശിക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 7 മുദ്രകളെ നൽകിക്കൊണ്ട് വളരെ വ്യക്തമായി നമുക്കത് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 7 നിലവാരത്തിലുള്ള മുദ്രകളെ കാണുകയാണ്. യോഹന്നാൻ അത് ദർശിച്ചു. ഈ ചാറ്റിന്റെ ഈ ഭാഗത്തായിട്ട് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇതാ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു വരുന്നു. അതിന്റെ മേൽ ഒരുവൻ ഇരിപ്പുണ്ട്. സമാധാന പ്രഖ്യാപനത്തോടെ അവൻ വന്നു. അവന്റെ കയ്യിൽ വില്ലുണ്ട്, പക്ഷേ അവന്റെ കയ്യിൽ അമ്പില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഗോള വ്യാപകമായി മാനവരാശിയെ വശീകരിച്ച് സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ അടക്കി വാഴുവാൻ വരുന്ന സ്വേച്ഛാധിപതിയായ യേശുക്രിസ്തുവിന്റെ രൂപമാണ് അവിടെ യോഹന്നാൻ കാണുന്നത്. വീണ്ടും 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ അടുത്തതായി മറ്റൊരു കുതിരയെ കാണുന്നു. ഈ ചാർട്ടിന്റെ ഈ ഭാഗത്തായി അത് ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഈ ഭാഗത്തായിട്ട് അത് കാണാം. അടുത്തതായി ഒരു ചുമന്ന കുതിര പുറപ്പെടുന്നു. വായിച്ചാട്ട വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എന്ന് വായിച്ചാട്ട്. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുദ്രകൾ പൊട്ടുമ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണമുള്ള വലിയ കഷ്ടതയുടെ നാളുകൾ ഉണ്ടാകും. പൊന്നിനോ വെള്ളിക്കോ മനുഷ്യനെ സഹായിപ്പാൻ സാധ്യമല്ല. അതിലുപരിയായി ഓടി ഒളിക്കുവാൻ ഭൂതലത്തിൽ ഇടമുണ്ടായിരിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലുമായി ഈ 7 വർഷത്തിനുള്ളിൽ ഭൂമിയിൽ പതിക്കുന്ന ദൈവക്രോധത്തിന്റെ ഒരു മനോഹര രൂപം നമുക്ക് കാണാം. ഭൂമിയിൽ മാത്രമല്ല ആകാശ
ആകാശ ശക്തികൾ ഇളകും, സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണുപോകും. എവിടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. ദൈവത്തിന്റെ ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമിയിലെ സകല തടാകങ്ങളും സകല ജലാശയങ്ങളും രക്തതുല്യമായി തീരും. മനുഷ്യൻ സമാധാനം തേടി ഓടും, കണ്ടെത്തുകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, മനുഷ്യൻ മരിപ്പാൻ ഇച്ഛിക്കും, മരണം പോലും കണ്ടെത്താൻ കഴിയാത്തവണ്ണമുള്ള ഭീകരതയുടെ നാളുകൾ ഉണ്ടാകും. ഈ ആഴമേറിയ വിഷയം നമുക്ക് വിശദീകരിപ്പാൻ ഈ രാത്രിയിൽ നമുക്ക് സമയം പോരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഉഗ്രകോപം ഭൂമിയുടെ മേൽ പതിച്ച ദൈവം നിയോഗിച്ച ആ ദൂതന്മാർ ദൈവക്രോധ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവണ്ണമുള്ള വേദനയും യാതനകളും ഉണ്ടാകും. മനുഷ്യർ പരസ്പരം കൊല്ലേണ്ടതിന് സമാധാനം എടുത്തു കളയുന്ന ഒരു ചുമന്ന കുതിരയെ യോഹന്നാൻ കാണുന്നു. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ ക്ഷാമം, ഭൂകമ്പം, ആകാശ ശക്തിയുടെ ഇളക്കം, മനുഷ്യവർഗത്തിന്റെ കഷ്ടതകൾ, സാത്താന്യ ശക്തികൾ ഇങ്ങനെ ഒന്നൊന്നായി ഭൂമിയിൽ നടമാടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭീകരതയുടെ നാളിൽ മനുഷ്യർ ഓടി ഒളിക്കുവാൻ ഭൂതലത്തിൽ എങ്ങും ഇടമുണ്ടായിരിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും ഒക്കെ വളരെ വിശദമായി ഒന്നൊന്നായി അവിടെ കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനം ഏറ്റവും ഭയങ്കരമായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്രോധ രൂപത്തെ ഇവിടെ യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുന്നു. പ്രവാചകനായ മലാഖി എന്താണ് പറഞ്ഞത്? ചൂള പോലെ കത്തുന്ന ദിവസമാണ്. പ്രവാചകനായ ആമോസ് എന്താണ് പറയുന്നത്? വെളിച്ചമല്ല, ഇരുൾ നിറഞ്ഞ ദിവസമാണ്. പ്രവാചകനായ ഹബക്കൂക്ക് എന്താണ് പറയുന്നത്? യഹോവ തന്റെ ക്രോധത്താൽ ഭൂമിയെ ചവിട്ടുന്ന ദിവസമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയിൽ മനുഷ്യൻ വാസം തുടങ്ങിയ കാലം തുടങ്ങി ഇതുവരെ ഉണ്ടാകാത്ത വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇതാ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു വരുന്നു. ഉവായ രൂപേനെ സമാധാനം പ്രഖ്യാപിച്ച് ആഗോള വ്യാപകമായി തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഇത് ക്രിസ്തുവിന്റെ രൂപമാണ്. രണ്ടാമതായി നാം വായിച്ചല്ലോ, മനുഷ്യർ പരസ്പരം കൊല്ലേണ്ടതിന് സമാധാനം എടുത്തു കളയുന്ന ഒരു ചുമന്ന കുതിര പുറപ്പെട്ടു. അവന്റെ കയ്യിൽ മൂർച്ചയുള്ള വാളുണ്ട്. രക്തച്ചൊരിച്ചിലാണ് അവന്റെ ഹൃദയാഗ്രഹം. അന്ധകാര ശക്തി ഭൂമിയുടെ മേൽ വാഴുന്ന ഭാഗം വീണ്ടും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അടുത്തതായി മറ്റൊരു കുതിര പുറപ്പെട്ടു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ ഞാൻ കണ്ടു. അതിന്റെ പേര് ക്ഷാമമാണ്. ഈ ക്ഷാമം എന്നൊക്കെ കേട്ടാല് ഈ പുതിയ തലമുറയ്ക്ക് അറിയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ക്ഷാമം ലോകത്തിലുണ്ടാകും. എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ സമാധാനം ഭൂമിയിൽ നിന്ന് പോയി പോകും. മനുഷ്യർ പരസ്പരം കൊന്നുകളയും. വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകും. അടുത്തതായി വായിച്ചു കേട്ടല്ലോ, അടുത്തൊരു കുതിര പുറപ്പെട്ടു. അവന്റെ കയ്യിൽ ആ കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു ത്രാസുണ്ട്. പേര് ക്ഷാമമെന്നാൽ. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു മഞ്ഞ കുതിര പുറപ്പെട്ടു. പേര് മരണമെന്നാൽ. മനുഷ്യർ പരസ്പരം കൊല്ലും. വലിയ ക്ഷാമമുണ്ടാകും. അന്ധകാരത്തിന്റെ ശക്തി ഭൂമിയുടെ മേൽ വാഴും. മനുഷ്യർ സമാധാനം തേടി ലോകത്തിൽ ചുറ്റിയോടും. വീണ്ടും നാം തിരുവഴുത്തിൽ കടന്നു വരുമ്പോൾ 12-ാം വാക്യത്തില് അടുത്തതായി വായിച്ചാൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ചാറ്റിന്റെ ഈ ഭാഗത്തായി അതിന്റെ മനോഹരമായ ചിത്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ. അവൻ ഭൂമിയെ അടക്കി വാഴുവാൻ വരുന്ന ഒരു എതിർ ക്രിസ്തുവാണ്. രണ്ടാമത്തവൻ ചുമന്ന കുതിരയുടെ പുറത്ത് വരുന്നവൻ. അവൻ സമാധാനം എടുത്തു കളയുന്നവൻ. മൂന്നാമത് കറുത്ത കുതിരപ്പുറത്ത് പുറപ്പെട്ടു വരുന്നവൻ. അവന്റെ പേര് ക്ഷാമമെന്നാണ്. അടുത്തതായി മഞ്ഞ കുതിരയുടെ പുറത്ത് പുറപ്പെട്ടു വരുന്നവൻ. അവന്റെ പേര് മരണമെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ ഒന്നിനു പിന്നാലെ ഒന്നായി പതിക്കുന്നു. ഇപ്പോൾ നാം വായിച്ചു കേട്ടല്ലോ, അടുത്ത മുദ്ര പൊട്ടിച്ചപ്പോൾ ആകാശത്തിന്റെ ശക്തികൾ ഇളകി, സൂര്യൻ കരിമ്പടം പോലെയായി, ചന്ദ്രൻ രക്തതുല്യമായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് വീണു. ദൈവത്തിന്റെ ക്രോധ മുദ്രകളെ പൊട്ടിക്കുമ്പോൾ മാനവരാശിയെ നിന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഭീകരതയുടെ നാളുകളായിരിക്കും ആ അന്ത്യനാളുകൾ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും കഷ്ടതയുടെ രണ്ടാം ഭാഗത്തേക്ക് പോകാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. 8-ാം അധ്യായത്തിന്റെ 7 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അടുത്തതായി ദൈവത്തിന്റെ ക്രോധ കാഹളങ്ങളെ കുറിച്ച് പറയുന്നു. വായിച്ചാട്ട 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാൽ, ഒന്നാമത്തവൻ ദൈവം നിയോഗിച്ച ദൂതന്മാർ ന്യായവിധിയുടെ കാഹളങ്ങൾ ഊതുകയാണ്. ഒന്നാമത്തവൻ ഊതി. അടുത്തത്, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയുടെ മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയുടെ മൂന്നിലൊന്ന് വെന്തുപോകും. ശ്രദ്ധിക്കുക, ഇതൊന്നും മനുഷ്യ മനസ്സില് ഇതിന്റെ രൂപം ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത്ര വലിയ ഭീകരത ഉണ്ടാകും. ദാനിയേലിനോട് എന്താ പറഞ്ഞത്? ദാനിയേലേ, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടതയായിരിക്കും. ഈ 7 വർഷത്തിനുള്ളിൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശങ്ങൾ ഒന്നൊന്നായി ഭൂമിയിൽ പതിക്കും. ആകാശ ശക്തികൾ ഇളകും, ഭൂമി ആടി ഉലയും, മനുഷ്യന് വലിയ ദുർവ്രണം ഉണ്ടാകും, വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, പകർച്ചവ്യാധി ഭൂമിയിൽ പടർന്നു പിടിക്കും. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ദുഷ്ടതയുടെ അണപൊട്ടി ഈ ഭൂമിയിൽ അനർത്ഥം ഒഴുകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലുമാണ് ഈ ദൈവക്രോധത്തിന്റെ രൂപം യോഹന്നാൻ ദർശിച്ചിരിക്കുന്നത്. ആകയാൽ ദൈവക്രോധത്തിന്റെ ദിനം വലിയ ഭൂമിയിൽ പതിക്കും മുൻപ് നിങ്ങൾ ഓടി രക്ഷപ്പെടുവീൻ. നിങ്ങളുടെ പൊന്നിനോ നിങ്ങളുടെ വെള്ളിക്കോ ഭൂമിയിൽ നിങ്ങളുടെ മണിമന്ദിരങ്ങൾക്കോ നിങ്ങളുടെ പ്രാണന് സുരക്ഷത്തെ കൽപ്പിപ്പാൻ സാധ്യമേ അല്ല. മലകളെ, കുന്നുകളെ, നിങ്ങൾ ഞങ്ങളെ മൂടുവീൻ എന്ന് രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിലവിളിക്കുന്നത് യോഹന്നാൻ ആത്മാവിൽ കേൾക്കുകയാണ്. പൊന്നും വെള്ളിയും അവർ വീതികളിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഇല്ല, രക്ഷപ്പെടുവാൻ വഴിയില്ല. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ വീണ് ഭരിക്കുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഭക്തനായ സെഫന്യാവ് തന്റെ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. സെഫന്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ, എന്നാൽ ദൈവത്തിന്റെ ക്രോധ ദിവസം നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം. വായിച്ചാൽ, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. ദൈവത്തെ അന്വേഷിപ്പീൻ, നീതിയെ അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസം നിങ്ങൾക്ക് മറഞ്ഞിരിക്കാം. ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശങ്ങൾ ഒന്നൊന്നായി ഭൂമിയുടെ മേൽ ചൊരിയുമ്പോൾ ഓടി രക്ഷപ്പെടുവാൻ ഇടമില്ല എന്ന് രാജാക്കന്മാരും പ്രമുഖന്മാരും നിലവിളിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ നീതി അന്വേഷിക്കുവീൻ, നീ ദൈവത്തെ അന്വേഷിക്കുവീൻ. യഹോവയുടെ ക്രോധ ദിനത്തിങ്കൽ നിനക്ക് ഓടി ഒളിപ്പാൻ ഒരു ഇടമുണ്ടായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. യഹോവ മനുഷ്യവർഗത്തിന്റെ അകൃത്യത്താൽ അവരെ സന്ദർശിപ്പാൻ വന്നിരിക്കുന്നു. 26-20 എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന്, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം
അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ആശ്ചര്യമായി അത് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിനോട്, അല്ലെങ്കിൽ ഉപദ്രവകാലത്ത് മുദ്രയേൽക്കപ്പെട്ട 1,44,000 ഇസ്രായേലിനോട് പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചനമെങ്കിലും ആത്മീയമായി ഭക്തന്മാരുടെ വിശ്രാമ സ്ഥലം അത് കർത്താവായ യേശുവാണ്. നീ യേശുവിങ്കൽ കടന്നു വരുവീൻ, നീതിയെ നീ അന്വേഷിപ്പീൻ, നീ സൗമ്യതയെ അന്വേഷിപ്പീൻ. യഹോവയുടെ ക്രോധദിനം നിനക്ക് ഒളിച്ചിരിക്കാം. 2-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ വഴിയിൽ വെച്ച് നീ ദൈവക്രോധം നിന്റെ മേൽ പതിച്ച് നീ നശിച്ചു പോകാതിരിപ്പാൻ നീ പുത്രനെ കണ്ട് ചുംബിക്കുവേ. 2-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവക്രോധത്താൽ നീ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവേ. വായിച്ചാൽ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പുത്രനെ ചുംബിച്ചുകൊള്ളുവീൻ. എങ്ങനെ ദൈവക്രോധത്തിൽ ഓടി രക്ഷപ്പെടാം? വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, നീ ദൈവത്തെ അന്വേഷിപ്പീൻ, ദൈവത്തിന്റെ നീതി അന്വേഷിപ്പീൻ, ദൈവിക സ്വഭാവത്തെ അന്വേഷിപ്പീൻ. എന്നാൽ ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ നിനക്ക് ഒളിച്ചിരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരും. അന്ന് ബലവാന്മാർ എമ്പാടും വ്യാകുലപ്പെട്ടോടും, വലിയ മിടുക്കന്മാർ, പ്രാപ്തന്മാർ, ശക്തന്മാരുടെ കാലുകളൊക്കെ കുഴിഞ്ഞു പോകും. സെഫന്യാവ് പറയുന്നു, വീരൻ അവിടെ അലറി വിളിക്കുന്നു. യഹോവയുടെ ദിവസം ആർക്ക് സഹിക്കാം? ഇല്ല. മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഏറ്റവും വേദനപ്പെട്ട നാളുകളായിരിക്കും ദൈവത്തിന്റെ ക്രോധ ദിനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് 7 മുദ്രകളായും 7 കാഹളങ്ങളായും 7 കലശങ്ങളായും ഭൂമിയുടെ മേൽ ദൈവം ചൊരിയും. ആ ക്രോധ ദിനത്തിങ്കല ഭൂമിയിൽ വസിക്കുന്നവർക്കും ആകാശമണ്ഡലത്തിനും മഹാസമുദ്രത്തിനും ഭൂമിയിലെ എല്ലാ ഇതര ജീവജന്തുക്കൾക്കും ഒരുപോലെ അത് ബാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ദൈവക്രോധത്തിൽ നിന്ന് നമുക്ക് ഓടിയൊളിക്കാം. ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം, അവന്റെ നീതിയെ നമുക്ക് അന്വേഷിക്കാം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മശിഹായെ നമുക്ക് ചുംബിക്കാം. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്, അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഈ ദിനവും പക്ഷപാതം ചെയ്യുന്നവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ അവനെ ചുംബിച്ച് ദൈവനീതിയെ നമുക്ക് നേടിയെടുക്കാം. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അടുത്ത ചിന്താഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന വലിയ യുദ്ധങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ. രാത്രിയിൽ അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ഭൂമിയിൽ സംഭവിക്കുന്ന ഭയാനകമായ യുദ്ധങ്ങൾ ഏത് രീതിയിലാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അവയെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞല്ലോ. വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ ബൈബിളിൽ 3 ഭാഗത്തായി ഇനിയും സംഭവിപ്പാൻ പോകുന്ന അതിശക്തമായ 3 യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞല്ലോ, എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം പോരാ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ 7 മുദ്രകളെ കുറിച്ചും 7 കാഹളങ്ങളെ കുറിച്ചും 7 കലശങ്ങളെ കുറിച്ച് തന്നെ നാം വിശദമായി പഠിക്കുന്നെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം വേണ്ടി വരും. ആകയാൽ ദൈവത്തിന്റെ ക്രോധ ദിനത്തിന്റെ ആഴം അല്പമായി നാം ഗ്രഹിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. അടുത്തതായി ലോകത്തിൽ സംഭവിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിനായി ലോകം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക. ഇന്നേക്ക് 2700 വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച പൗരോഹിത്യ വംശത്തിൽ ജനിച്ച പ്രവാചകനായ യെഹെസ്കേലാണ് അവയെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 38, 39, 2 അധ്യായങ്ങളിൽ വരുമ്പോൾ പ്രവാചകനായ യെഹെസ്കേൽ ലോകത്തെ അടക്കി വാഴുന്ന ചില സാത്താന്യ ശക്തികളുടെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് അവരോട് പ്രവചിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അടുത്ത യുദ്ധത്തിനായി, അല്ലെങ്കിൽ ലോക ഭാഷയിൽ 3-ാം ലോക മഹായുദ്ധത്തിനായി ഒരുക്കപ്പെടുന്ന ചില രാജ്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ പ്രാരംഭത്തിൽ വരുമ്പോൾ ചില രാഷ്ട്രങ്ങളുടെ പേര് അവിടെ വിളിച്ചിരിക്കുന്നു. രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ
ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ ജീവിത സുരക്ഷത്തിനും രാജ്യത്തിന്റെ മാന്യതയ്ക്കുമായി അനവധി ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുക. അമേരിക്കയുടെ ആയുധപ്പര തന്നെ നാം നോക്കിയാൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 156 പ്രാവശ്യം ചുട്ടരിച്ചു കളയുവാൻ ശേഷിയുള്ള ആറ്റമിക് ആയുധങ്ങളാണ് സമ്പൽ സമർത്ഥമായ പല രാജ്യങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ആയുധപ്പുരകളിൽ അവർ കൂട്ടിവെച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തിൽ തന്നെ കണ്ടില്ലേ, പുതിയ പുതിയ മിസൈലുകൾ കണ്ടെത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ ചൈനയുടെ തലസ്ഥാനം അടിച്ചു പൊളിക്കുവാൻ തക്കവണ്ണം അതിശക്തമായ അതിനെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളതായ ശക്തമായ മിസൈലുകൾ കണ്ടെത്തുകയാണ്. ഇതെല്ലാം യൂറോപ്പിന്റെയും അമേരിക്കയുടെ മുൻപിൽ ഏറ്റവും പിന്നിൽ കിടക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകരാഷ്ട്രങ്ങളെമ്പാടും ദരിദ്രപ്പെട്ട രാജ്യം പോലും, സ്വന്തം ജനതയ്ക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വകയില്ലാത്ത രാജ്യം പോലും രാജ്യ സുരക്ഷത്തിനും ലോകത്തിൽ അവരുടെ നിലവാരത്തിന്റെ അഭിമാനത്തിനും വേണ്ടി അവർ ആയുധപ്പുരകൾ കൂട്ടുകയാണ്. യാദൃശ്യമല്ല പ്രിയമുള്ളവരെ, ഭൂമിയിൽ ഏറ്റവും ചെറിയൊരു കാര്യം സംഭവിച്ചാലും അത് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുള്ളതാണ്. വരുവാൻ പോകുന്ന ഭയങ്കര യുദ്ധമുണ്ട്. ആ യുദ്ധത്തെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക രോഷ്, മേശക്, തൂബേൽ എന്നോട് പ്രഭുവായ ഗോഗേ. വായിച്ചാട്ട് എസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ വായിച്ചാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നോക്കിക്കൊണ്ട് അവനെ കുറിച്ച് പ്രവചിക്കുക. 2700ഓളം വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ എസ്കേൽ ലോകത്തിലെ ചില രാഷ്ട്രങ്ങളെ വിളിക്കുക. ഇന്ന് അവരുടെ പേരുകളെ നാം നോക്കിയാൽ റഷ്യ, മോസ്കോ, സൈബീരിയ എന്ന പേരുകളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മോസ്കോ ഇന്നൊരു രാജ്യമല്ല, പക്ഷേ റഷ്യയുടെ അല്ലെങ്കിൽ മോസ്കോയുടെയും ഫുൾ റഷ്യയുടെയും സൈബീരിയയുടെയും നിയന്ത്രണം ഒരു പൈശാചിക ശക്തിക്ക് പിന്നിലാണ്. ഇത് കേവലം മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളതല്ല. ആ രാജ്യത്തെ അടക്കി വാഴുന്ന സാത്താന്യ ശക്തിയോട് പറയുകയാണ്, റഷ്യ, മോസ്കോ, സൈബീരിയ എന്നോട് പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ നാം താഴേക്ക് കടന്നു വരുമ്പോൾ 38-ാം അധ്യായത്തിന്റെ 6 തുടങ്ങിയുള്ള വാക്യത്തില് റഷ്യയ്ക്കും മോസ്കോയ്ക്കും സൈബീരിയയ്ക്കും അനുകൂലമായി വരുന്ന ചില സഖ്യകക്ഷികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ട്, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും. ശ്രദ്ധിക്കുക, ഇവിടെ ആ കാലഘട്ടത്തിലെ ചില പേരുകൾ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരിക്കുക. റഷ്യ, മോസ്കോ, സൈബീരിയ എന്ന രാജ്യങ്ങളെ പേർ ചൊല്ലി വിളിച്ച ശേഷം അവരോടുകൂടെ കടന്നു വരുന്ന ചില രാജ്യങ്ങളെ കാണാം. പാർസികൾ അല്ലെങ്കിൽ പേർഷ്യ എന്നാണ് പറയുന്നത്. ഇന്ന് കാണപ്പെടുന്ന പേർഷ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഒരേ യൂണിയനിൽ വന്നു ചേരും. 2 രാജ്യങ്ങൾ, കുവൈറ്റും സൗദി അറേബ്യ ഒഴികെ ശേഷിപ്പുള്ള പേർഷ്യൻ നാടുകളെല്ലാം ഒരേ ഒരു ഭരണത്തിന്റെ കീഴിൽ വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അവനെ വിളിച്ചിരിക്കുന്നത് പേർഷ്യ എന്നാണ്. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ഇത്യോപ്യയാണ്. പേർഷ്യ, ഇത്യോപ്യ, ലിബിയ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇതാ യുദ്ധത്തിനായി റഷ്യയോടുകൂടെ കടന്നു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ത്യ, ചൈന, കൊറിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധത്തിന്റെ മധ്യഘട്ടം വരെ മൗനം വീക്ഷിക്കുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭയങ്കരമായൊരു യുദ്ധം ലോകത്തിൽ പൊട്ടിപ്പുറപ്പെടും. യുദ്ധത്തിന് 2 ചേരിവുകൾ ഉണ്ടാകും. ഒരു ഭാഗത്ത് ഇസ്രായേലും മറുഭാഗത്ത് റഷ്യയും വരും. താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ നാം കണ്ടല്ലോ. ഒന്നാമത് പേർഷ്യ, രണ്ടാമത് ലിബിയ, മൂന്നാമത് ഈജിപ്ത്. ഒന്നാമത് പേർഷ്യ, രണ്ടാമത് ഇത്യോപ്യ, മൂന്നാമത് ലിബിയ, അടുത്ത ടർക്കി. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ തോഗർമ
വിഗ്രഹം എന്നൊരു വാക്കും ഇതിന് മൂലഭാഷയിൽ നാം നോക്കിയാൽ വെസ്റ്റ് ജർമ്മനിയാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ബ്രിട്ടീഷുകാർ അവരുടെ മേൽ നേടിയ ജയത്തിന് പകരം വീട്ടേണ്ടതിന് അവർ അവസരം കാത്തിരിക്കും. രണ്ട് ചേരികളായി തിരിയും, പാശ്ചാത്യനും പൗരസ്ത്യനുമായി തിരിയും. എതിർഭാഗത്തേക്ക് ആര് വരും എന്ന് നമുക്ക് നോക്കാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 38-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാൽ 38-ന്റെ ഇസ്രായേൽ വർഷങ്ങളായി ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതത്തിലേക്ക് ഏറിയ നാൾ കഴിഞ്ഞിട്ട് 8-ാം വാക്യം വായിച്ചോട്ട്. 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് യുദ്ധം നടക്കുന്ന സ്ഥലം എഴുതിയിട്ടുണ്ട്. വായിച്ചോട്ടാ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ വരും. അടുത്തത് നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നു, വർഷങ്ങളായി ശൂന്യമായി കിടന്നതും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതുമായ ഇസ്രായേൽ പർവ്വതത്തിൽ വെച്ച് ആഗോളവ്യാപകമായി മനുഷ്യരാശിയെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന ഒരു വലിയ യുദ്ധമുണ്ടാകും. ലോകഭാഷയിൽ അതിന് 3-ാം ലോകമഹായുദ്ധം എന്ന് നമുക്ക് പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് വായിച്ചല്ലോ. ഒന്നാമത് റഷ്യ, മോസ്കോ, സൈബീരിയ. അവരുടെ സഖ്യകക്ഷികളായി പേർഷ്യ, ഇത്യോപ്യ, ലിബിയ, ടർക്കി. എന്നാൽ യുദ്ധത്തിന്റെ മധ്യഘട്ടത്തില് പാശ്ചാത്യ സഭാഗത്തിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികളെ നോക്കിയ ശേഷം ബ്രിട്ടൻ ഏത് സൈഡിൽ വരുന്നോ അതിനെതിരെ ദിശയിലേക്ക് വെസ്റ്റ് ജർമ്മനി വന്നു ചേരും. യുദ്ധം നടക്കുന്ന സ്ഥലം നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതത്തിൽ വെച്ചായിരിക്കും. വീണ്ടും നാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. എസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ യുദ്ധ കാരണം അവിടെ എഴുതുകയാണ്. വായിച്ചാട്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു റഷ്യയോട് പ്രവാചകൻ പറയുകയാണ്, യുദ്ധ കാരണം അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ നീ നിരൂപിക്കും. അടുത്തത്, നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും പോരുന്ന ഒരു ജനത്തിന് നേരെ ഓർത്തുകൊള്ളണമേ. പ്രാരംഭ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, വാഴ്ത്തപ്പെട്ട മശിഹായുടെ വിസ്താര വേളയിൽ പീലാത്തോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവൻ കൈ കഴുകി ഒഴിയുമ്പോൾ ഇസ്രായേൽ നിലവിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വന്നു. അവൻ ഭൂമിയിൽ ചെതറിപ്പോൾ മനുഷ്യന്റെ കാലുകുത്തിയ സർവ്വദേശങ്ങളിലും യഹൂദൻ ചിതറി തെരുവുനായെ പോലെ അലഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് അവൻ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. 1948 അവനൊരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. അവൻ ജാതികളുടെ മധ്യേ വസിക്കുന്നു. ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് സമ്പൽ സമൃദ്ധിയുമായി അവനവന്റെ രാജ്യത്ത് വന്നു. എന്താ നാം വായിച്ചു കേട്ടത്? റഷ്യയെ, മോസ്കോയെ, സൈബീരിയയെ നീ ഒരുങ്ങിക്കൊള്ളുക. എന്തിനാ? ഭയങ്കരമായൊരു യുദ്ധത്തിന്. ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തു, നിന്നെ ഇസ്രായേൽ പർവ്വതത്തിൽ കൊണ്ടുവരും. വർഷങ്ങളായി ശൂന്യമായി കിടന്നതും പല ജാതികളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്നതുമായ ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെ. കാരണം അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ദുരുപായം നീ നിരൂപിക്കും. റഷ്യ സാമ്പത്തികമായി തകർന്നുടയും. ഇപ്പോൾ തന്നെ റഷ്യ സാമ്പത്തികമായി ഏറ്റവും തകർന്നിരിക്കുക.
ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ പോലും ആവശ്യമാർന്ന പണമില്ലാതെ റഷ്യ ദാരിദ്ര്യത്തിലേക്ക് താഴുന്നു. ഒരുവൻ എന്നോട് എതിർത്താൽ ഞാൻ അവന്റെ അപ്പം എന്ന കോൽ ഒടിച്ച് അവന്റെ രാജ്യത്ത് ക്ഷാമം വരുത്തുമെന്നുള്ള ദൈവ വാക്കുപോലെ റഷ്യ ദാരിദ്ര്യത്തിലേക്ക് താഴുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അധികം വൈകും മുൻപ് അവന്റെ ഹൃദയത്തിൽ ഒരു ദുരുപായം നിരൂപിക്കും. എന്താ? അവൻ ഇസ്രായേലിനെ ആക്രമിക്കും. അതിന്റെ നീക്കങ്ങളൊക്കെ ഒരുങ്ങിയ റഷ്യയോട് പറയുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ദുരുപായങ്ങൾ നിരൂപിക്കും. നീ എന്താ പറയുന്നത്? ഞാൻ പുറപ്പെട്ടു ചെന്ന് പല ദേശങ്ങളിൽ നിന്ന് വന്ന് കന്നുകാലിയോടും സമ്പത്തോടും കിടന്ന് മതിലും കോട്ടയും ഇല്ലാത്ത ആ ജാതിയെ ഞാൻ ആക്രമിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഠിനമായ ദാരിദ്ര്യത്തിന് വിധേയപ്പെടുന്ന റഷ്യ ദാരിദ്ര്യത്തെ നീക്കുവാൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ വഴി അത് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാ. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ലോകത്തിലെ സകല മാനവരാശികളും അല്ലെങ്കിൽ സകല മനുഷ്യവർഗവും രണ്ട് ശരിയായിട്ട് ചേർന്ന് വരും. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ താഴേക്കുള്ള വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും നമുക്ക് കാണാം. തർശീശും ബാലസിംഹങ്ങളും നിന്നോട് എന്ന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. തർശീശ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് ബ്രിട്ടനാണ്. തർശീശും അതിന്റെ ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും വന്നിരിക്കുന്നുവോ എന്ന് നിന്നോട് ചോദിക്കും. വായിച്ചാൽ സെബയും ദെദാനും ഈ രണ്ട് രാജ്യങ്ങൾ, ഇതിനെക്കുറിച്ച് വേദപുസ്തക പണ്ഡിതർ പറയുന്നത് ഇത് സൗദി അറേബ്യയും കുവൈറ്റും എന്നുള്ളതാണ്. കാരണം സമ്പന്നനായ ഇയ്യോബിന്റെ ആടുമാടുകളെ മോഷ്ടിച്ചോണ്ട് പോയ രണ്ട് ജാതികളെ കുറിച്ചായി വായിക്കുന്നത്. ഈ യുദ്ധ സമയത്ത് പേർഷ്യയിലെ രണ്ട് രാഷ്ട്രങ്ങൾ ഒഴിഞ്ഞു നിൽക്കും, സെബയും ദെദാനും. അടുത്തത് തർശീശ് വർത്തകന്മാരും അതിലെ സകല തർശീശ് വർത്തകന്മാർ ആരാണെന്നറിയോ? ഈ തർശീശ് പുരാതന ബ്രിട്ടനും അവന്റെ സഖ്യകക്ഷികളും ബാലസിംഹങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പിൽ ഉൾക്കൊള്ളുന്ന മറ്റ് രാജ്യങ്ങൾ ഒരു ചേരിയിലേക്ക് വരും. റഷ്യ, മോസ്കോ, സൈബീരിയ, പേർഷ്യ, ലിബിയ, ടർക്കി, ഇത്യോപ്യ എന്നത് മറുഭാഗത്തേക്ക് വരും. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയാനകമായ ഒരു യുദ്ധം നടക്കും. പ്രവാചകനായ യെസ്കേൽ ഇങ്ങനെ പ്രവചിച്ചല്ലോ, ഉന്മൂലനാശം 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 ഞാൻ വരുത്തും. അവകാശിയായവൻ വന്ന് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുൻപേ 3 ഉന്മൂലനാശം വരുത്തും. അതിൽ 2 കഴിഞ്ഞുവോ, ഇനി 1 വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ബൈബിൾ പറയുന്ന ഏറ്റവും ഭയാനകമായ യുദ്ധം അതായിരിക്കും. ഒരു ഭാഗത്ത് റഷ്യയും സഖ്യകക്ഷികളും, മറുഭാഗത്ത് ബ്രിട്ടനും സഖ്യകക്ഷികളും വരും. ഇസ്രായേലിനെ റഷ്യ ആക്രമിക്കും. അറബി രാജ്യങ്ങളും പേർഷ്യൻ രാജ്യങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ചില രാജ്യങ്ങളും ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായി വരും. അങ്ങനെ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാനായി മറുഭാഗത്ത് ബ്രിട്ടനും അവന്റെ സഖ്യകക്ഷികളും വരും. അങ്ങനെ പാശ്ചാത്യരും പൗരസ്ത്യരും രണ്ടായി തിരിയും. ലോക ചരിത്രം പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ യുദ്ധം അന്നുണ്ടാകും. ബൈബിളിൽ നാം നോക്കിയാൽ അതിന്റെ കാരണം നമുക്ക് കാണാൻ കഴിയും. താഴേക്കുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അനന്തര ഫലം അവിടെ എഴുതിയിട്ടുണ്ട്. എസ്കേൽ പ്രവചനം 38 വരുമ്പോൾ അതിന്റെ അനന്തര ഫലം, യുദ്ധത്തിന്റെ അനന്തര ഫലത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതിന്റെ അനന്തര ഫലം 38 അധ്യായത്തിന്റെ 19 വാക്യം വായിച്ചാട്ടെ. യുദ്ധത്തിന്റെ അനന്തരം എന്ത് സംഭവിക്കുമെന്ന് പെട്ടെന്ന് വായിക്കും. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ നാം കടന്നു വരുമ്പോൾ ഈ 2 അധ്യായങ്ങളും പ്രവാചകൻ വരുവാനിരിക്കുന്ന യുദ്ധത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ്. ലോകത്തെ അടക്കി വാഴുന്ന സാത്താന് ശക്തി ലോകത്തിലേക്ക് വരുവാൻ വെമ്പൽ കൊള്ളും പോലെ തന്നെ ഒരു മഹായുദ്ധത്തിനായി ഇന്ന് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധ കാലഘട്ടത്തിൽ ആരായിരിക്കും ഭൂമിയെ ഭരിക്കുന്നത്? കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ, തകർന്നുടഞ്ഞ സാമ്രാജ്യം വീണ്ടും ഭൂമിയിൽ പുനഃസ്ഥാപിക്കപ്പെടും. തകർന്നുപോയ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് 10 കൊമ്പുകൾ എഴുന്നേറ്റ് വരും. 10 കൊമ്പുകൾക്കിടയിൽ നിന്ന് ദൈവദൂഷണം പറയുന്ന ഒരു എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അവൻ ലോകത്തെ ഭരിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ ക്രോധത്തിന്റെ കലശം ഭൂമിയുടെ മേൽ
ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാലഘട്ടത്തിലാണ് ഈ ഭയാനകമായ യുദ്ധം ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ഒന്നാം ലോകമഹായുദ്ധം 1914 തുടങ്ങി 1919 വരെ നീണ്ടുനിന്നു. രണ്ടാം ലോകമഹായുദ്ധം 1939 തുടങ്ങി 1945 വരെ ഭൂമിയിൽ നീണ്ടുനിന്നു. ഈ മഹായുദ്ധവും ഇതുപോലെ നീണ്ടു നിൽക്കും. ഈ കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ ക്രോധ കലശം ഭൂമിയുടെ മേൽ പകരുന്നത്. വലിയ ക്ഷാമമുണ്ടാകും, വലിയ ഭൂകമ്പമുണ്ടാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകും, സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും, മനുഷ്യൻ ആശ്രയം തേടി ഓടി ഒളിക്കും, പക്ഷേ ഇടം കണ്ടെത്തുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ യുദ്ധം എന്ന് പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധമായിരിക്കും. ഇത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഇത് യേശുവിന്റെ വരവിന് ശേഷമേ ഈ യുദ്ധം സംഭവിക്കുകയുള്ളൂ. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും കാരണങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ അത് വളരെ ചെറിയ കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകമെല്ലാം അലറി വിളിച്ചു, അയ്യോ ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട. ആ നിലവിളിയുടെ അനന്തരമാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനം ലോകത്തിലേക്ക് എഴുന്നേറ്റ് വന്നത്. എന്നാൽ അധികം കാലം അത് നീണ്ടു നിന്നില്ല. വീണ്ടും 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ജർമ്മനിക്ക് നേരെ ബ്രിട്ടന്റെ സഖ്യകക്ഷികൾ അതിശക്തമായ ആക്രമണം നടത്തി. അന്ന് ലോകത്തിൽ ഏറ്റവും ഉയർന്നു നിന്ന ജപ്പാനെ അവർ ആക്രമിച്ചു. ഹിരോഷിമ, നാഗസാക്കി എന്ന പ്രശസ്തമായ പട്ടണങ്ങൾ അവർ തീക്ക് ഇരയാക്കി കളഞ്ഞു. 5 കോടിയിലധികം ജനങ്ങളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചത്. ആ മരണാനന്തരം ഇനിയൊരു യുദ്ധം വേണ്ടേ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് UNO എന്നൊരു സംഘടന ലോകത്തിൽ ക്രമീകരിച്ചത്. ഇപ്പോൾ UNOയ്ക്ക് വലിയ വിലയൊന്നുമില്ല. വല്ല പാവപ്പെട്ട ഇന്ത്യക്കാരനെയോ നേപ്പാളുകാരനെയോ സിലോണുകാരനെയോ ഒക്കെ വരട്ടാം. അമേരിക്കയോടും ഇസ്രായേലിനോടും ഒന്നും അവനവന്റെ വാലി ചൂട്ടിക്കൊണ്ട് ചെല്ലത്തില്ല. കാര്യം അതിന് വാല്യൂ ഇല്ല. ഓർത്തുകൊള്ളണമേ, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം സമാധാന പ്രഖ്യാപനത്തോടുകൂടെ ഒരു വെള്ള കുതിരപ്പുറത്തൊരുത്തൻ കയറി വരും. അവന്റെ പിന്നിലാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഭൂമിയിൽ ശക്തിപ്പെടുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രസ്ഥാനവും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം UNO എന്ന പ്രസ്ഥാനവും മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം സമാധാന സംഘടനയായി ഒരു യൂറോപ്യൻ കോമൺ മാർക്കറ്റും ലോകത്തിൽ എഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വലിയ യുദ്ധത്തിനായി ലോകം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അനന്തരം എന്ത് സംഭവിക്കും? ഇസ്രായേലിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. പാശ്ചാത്യരും പൗരസ്ത്യരും രണ്ടായി തിരിയും. ജർമ്മനി മൗനമായി നിൽക്കും. ബ്രിട്ടൻ ഏതു ഭാഗത്തേക്ക് വരുന്നു എന്ന് നോക്കും. ബ്രിട്ടൻ ഇസ്രായേലിന് സഹായമായി വരുമ്പോൾ ജർമ്മനി എതിർദിശയിൽ വരും. 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ അവരെ ചവിട്ടി മെതിച്ചതിന്റെ പകവീട്ടു. മൂന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി റഷ്യക്ക് അനുകൂലമായി വരും. അവിടെ എഴുതിയിരിക്കുന്നില്ലേ, തോഗർമാഗ്രഹവും നിന്നോടുകൂടെ വന്ന് ചേരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റഷ്യയെ ലീഡറാക്കിക്കൊണ്ട് മോസ്കോയും സൈബീരിയയും പേർഷ്യയും ലിബിയയും ടർക്കിയും ഇത്യോപ്യയും വെസ്റ്റ് ജർമ്മനിയും ഒരു ഭാഗത്ത് വരും. മറുഭാഗത്ത് ഇസ്രായേലിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ബ്രിട്ടനും അവന്റെ സഖ്യകക്ഷികളും ഒരു ഭാഗത്ത് വരും. യുദ്ധം അതിശക്തമായി നടക്കും. ഈ യുദ്ധം നീണ്ട കാലങ്ങൾ നിൽക്കും. യുദ്ധസ്ഥലം വർഷങ്ങളായി ശൂന്യമായി കിടന്നിട്ട് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ പർവ്വതത്തിലായിരിക്കും. യുദ്ധത്തിന്റെ കാരണം റഷ്യ അവരുടെ ദാരിദ്ര്യ നിമിത്തം ഇസ്രായേലിനെ ആക്രമിക്കും. യുദ്ധത്തിന്റെ അനന്തര ഫലം ഇസ്രായേലിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. റഷ്യയും സഖ്യകക്ഷികളും ആ യുദ്ധത്തിൽ തകർന്നുടഞ്ഞു പോകും. ഇന്ത്യ, ചൈന, കൊറിയ, പാകിസ്ഥാൻ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങൾ ചെല്ലേണ്ടതിന് യൂഫ്രട്ടീസ് എന്ന മഹാനദി വറ്റുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ നദി വറ്റി തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ ആഗോള വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധം ഈ ഭൂമിയിൽ ഉണ്ടാകും. ഒന്നാം ലോകമഹായുദ്ധം
മഹായുദ്ധം ദീർഘവർഷം നിന്നു. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാം ലോകമഹായുദ്ധവും ദീർഘനാളുകൾ നിന്നു. അങ്ങനെയാണെങ്കിൽ എതിർക്രിസ്തു ഭൂമിയിൽ ഭരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഈ യുദ്ധം ഉണ്ടാകും. യുദ്ധതന്ത്രത്തോടെയാണ് വെള്ളക്കുതിരപ്പുറത്ത് എതിർക്രിസ്തു ഭരണമേറ്റു വരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട് യേശു വന്നതിന് ശേഷം എന്ന് നാം നോക്കിയാൽ, ലോകത്തില് മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തീ കൊളുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ തന്നെ എത്രയോ പ്രാവശ്യം പേർഷ്യൻ രാഷ്ട്രങ്ങൾ ആക്രമിച്ചു. എന്നാൽ അതൊന്നും മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോയില്ല. ഇറാൻ ഇറാഖ് യുദ്ധം ദീർഘമായ 10 വർഷം അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നു. ലോകം ഞെട്ടിവിറച്ചു, ഇതൊരു വലിയ യുദ്ധത്തിൽ പോകുമോ? സദാം ഹുസൈൻ തന്റെ അയൽവാസിയായ കുവൈറ്റുകാരനെ ആക്രമിച്ച് അവന് അവിടുത്തെ ഭരണകർത്താവിനെ നാടുകടത്തി. അമേരിക്കയും സഖ്യകക്ഷികളും ഇടപെട്ടു. ലോകം ഞെട്ടിവിറച്ചു, ഇതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൽ പോകുമോ? ഇല്ല, അത് പോയില്ല. മാത്രമല്ല, സൂയസ് കനാലിനെ ചൊല്ലിയുണ്ടായ തർക്കം ലോകത്തെ ഏറ്റവും അധികം ഞെട്ടിച്ചു. ഇതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൽ എത്തുമോ? റഷ്യ യൂറോപ്പിന്റെ അതിർത്തിയിൽ പണിതുയർത്തിയ സൈനിക താവളത്തെ ചൊല്ലി ഉഗ്രമായ വാദമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി അന്നത്തെ റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത്, ഒന്നിൽ നീ ആ സൈനിക താവളം പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ നീ ഒരു യുദ്ധത്തിനായി ഒരുങ്ങണം. റഷ്യ അന്ന് ചുമന്ന കരടിയായി അലറി വിളിക്കുന്ന ശക്തിയാണെങ്കിലും ആ വാക്കിന്റെ മുൻപിൽ സൈനിക താവളം പൊളിച്ചു മാറ്റി. പ്രശ്നം ഒതുങ്ങിപ്പോയി. കാരണം എന്തെന്നറിയാമോ? തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെട്ടു വരുവാൻ. ദൈവമക്കളെ, ഒരു സത്യം അറിഞ്ഞുകൊള്ളണമേ. ലോകരാഷ്ട്രങ്ങൾ വലിയൊരു യുദ്ധത്തിനും യുദ്ധത്തിന്റെ അനന്തരഫലമായി ഒരു സ്വേച്ഛാധിപതിക്കുമായി കാത്തിരിക്കുകയാണ്. നമ്മുടെ യേശു വരാറായി. അവന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. അങ്ങനെ ലോകത്തില് അതിശക്തമായ യുദ്ധം നടന്ന് സാത്താൻ ലോകത്തിന്റെ മേൽ ആധിപത്യം പിടിക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന മുദ്രകൾ ഒന്നൊന്നായി പൊട്ടുകയും കാഹളങ്ങൾ ഒന്നൊന്നായി ഊതപ്പെടുകയും കലശങ്ങൾ ഒന്നൊന്നായി ഭൂമിയിൽ ഒഴിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തക അടിസ്ഥാനത്തില് ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ യുദ്ധം എസെക്കിയേൽ പ്രവചനം 38-39 പറയുന്ന വരുവാനിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. വേദപുസ്തകം പറയുന്ന രണ്ടാമത്തെ യുദ്ധം അർമഗദോൻ യുദ്ധമായിരിക്കും. സഖരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ നമുക്കൊരു അർമഗദോൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ യുദ്ധം എപ്പോൾ സംഭവിക്കും? മൂന്നാം ലോകമഹായുദ്ധം യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് മുമ്പായിരിക്കുമെന്നാണ് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ അവസാന ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പായിരിക്കും അർമഗദോൻ എന്ന ഒരു യുദ്ധം ഉണ്ടാകും. വായിച്ചാട്ട സഖരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാൽ. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോടും പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. അടുത്തത്, ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര സകല ജാതികളെയും കൂട്ടി ഞാൻ യെരൂശലേമിനെതിരെ വരുത്തും. അത് വായിച്ചു. അന്നാളിൽ ഞാൻ സകല ജാതികളെയും കൂട്ടി, സകല ജാതികളെയും കൂട്ടി യെരൂശലേമിനെതിരായി ഞാൻ വരുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വ്യക്തമായി പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ ഭാഷയിൽ അതിന് അർമഗദോൻ യുദ്ധമെന്നാണ്. ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 6-ാമത്തെ സാമ്രാജ്യമായ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം അസ്തമിക്കുമ്പോഴാണ് അർമഗദോൻ എന്നൊരു യുദ്ധം ഉണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനു മുന്നോടിയായി ഒരു മൂന്നാം ലോകമഹായുദ്ധം ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെടുകയും റഷ്യയും അവന്റെ സഖ്യകക്ഷികളും അസ്തമിക്കുകയും ചെയ്ത ശേഷം ഇതാ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് അവൻ ഇസ്രായേലിനോടും ബ്രിട്ടനോടും സഖ്യകക്ഷികളോടും കൂടെ ചേർന്ന് ഭൂമിയിൽ ഒരു അനുഗ്രഹമായ, അല്ലെങ്കിൽ അവന്റെ പ്രഖ്യാപനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണത്തിനായി അവൻ ഭൂമിയുടെ മേൽ അവൻ രംഗപ്രവേശനം ചെയ്യും. എന്നാൽ അവന്റെ ഭരണകാലഘട്ടം ഏറ്റവും വേദനപ്പെട്ടതായിരിക്കും. ആ കാലഘട്ടത്തിൽ യഹൂദനും യേശുക്രിസ്തുവും കൂടെ ചേർന്നാണ്
യെരൂശലേമിൽ ദേവാലയം പണിതുയർത്തുന്നത്. ദാനിയേൽ പറഞ്ഞു, വിശുദ്ധ മന്ദിരത്തില് മ്ലേച്ഛ വിഗ്രഹം നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അന്നാളിൽ ഓടിപ്പോയിക്കൊള്ളുവീൻ എന്നാണ് പ്രവാചകനായ ദാനിയേൽ പറയുന്നത്. വാഴ്ത്തപ്പെട്ട മശിഹ തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ ആ കാര്യത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇസ്രായേലിന് ഒരാലയമില്ല. അവന് പ്രശസ്തമായ പല ആലയങ്ങളും ഉണ്ടായിരുന്നു. BC 1000-ഓടനുബന്ധിച്ച് മഹാനായ സോളമൻ ഒരു ആലയം പണിതു. എന്നാൽ അതിന് 500 വർഷം മുമ്പാണ് ഭൂമിയിലെ ആദ്യത്തെ ആലയമായ സമാഗമന കൂടാരം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഭക്തനായ മോശ സീനായിൽ കയറിപ്പോയിട്ട് അവിടെ വെച്ച് ലഭിച്ച ദർശനത്തിന്റെ അടിസ്ഥാനത്തില് ഭൂമിയിൽ ആദ്യത്തെ ആലയം പണിതു. പേര് സമാഗമന കൂടാരം എന്നായിരുന്നു. എന്നാൽ ഏറിയ വർഷത്തിന് ശേഷം ഈ സീനായിൽ ആരംഭിച്ച കൂടാരം ഏലി പുരോഹിതന്റെ സന്തതിയുടെ പാപനിമിത്തം യഹോവയായ ദൈവം ശീലോവിൽ വെച്ച് തള്ളിക്കളഞ്ഞു. ഏറിയ വർഷങ്ങൾക്ക് ശേഷം ദാവീദ് യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. ദൈവം അനുവദിച്ചില്ല. ദാവീദ് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ സന്തതിയായ സോളമൻ യെരൂശലേമിൽ BC 1000 മനോഹരമായ ഒരാലയം പണിതു. ഈ ആലയം ഏതാണ്ട് 380ഓളം വർഷം കഴിഞ്ഞപ്പോൾ ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. 67 വർഷത്തിന് ശേഷം ബാബിലോണിയർ അസ്തമിച്ച ശേഷമായി മേദ്യ പാർസ്യ സാമ്രാജ്യം വരുമ്പോൾ പാർസിയിലെ രാജാവായ കോരശ് അടുത്തതായി ഒരു ആലയം പണിതു. കോരശ് രാജാവിന്റെ ആലയം നമ്മൾ സെരുബാബേലിന്റെ ആലയം എന്നിതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറിയ വർഷങ്ങൾക്ക് ശേഷം അതും നശിച്ചുപോയി. BC 20-നോടനുബന്ധിച്ച് ഹേരോദാവ് എന്നൊരു രാജാവ് യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ മനോഹരമായ ഒരു ആലയം പണിതു കൊടുത്തു. ഈ ആലയമായിരുന്നു മശിഹ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ആലയം. എന്നാൽ ഏതാണ്ട് AD 70-നോടനുബന്ധിച്ച് റോമൻ കൈസറായ തീത്തോസ് ആ ദേവാലയം ഇടിച്ചു നിരത്തി. യഹൂദൻ ഭൂമിയിലെമ്പാടും ചതുരിക്കപ്പെട്ടു. ഇന്ന് അവനൊരു രാഷ്ട്രമായി ലോകം അംഗീകരിച്ചെങ്കിലും ഇന്ന് യഹൂദനൊരു ആലയമില്ല. അവന്റെ ആലയം ശലോമോൻ പണിതുയർത്തിയ ആലയത്തിന്റെ സ്ഥാനത്ത് ലോകത്തിലെ ഇസ്ലാമികന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ആലയം ഇരിക്കുകയാണ്. അത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം യഹൂദൻ ആലയം പണിയാൻ സാധ്യമല്ല. ഇപ്പോൾ ഇസ്രായേലില് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അവർ ആലയത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗം കഴിക്കേണ്ടതിന് പുതിയ നിലവാരത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ചുമന്ന പശുക്കിടാക്കളെ വരെ അവർ കരുതി വെച്ചിരിക്കുകയാണ്. അവർ ലോകരാഷ്ട്രങ്ങളോട് പറയുന്നത് 28 മണിക്കൂർ ഞങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ഇസ്ലാമിക ദേവാലയം ഇടിച്ചു നിരത്തിയിട്ട് അവിടെ ഞങ്ങൾ സോളമന്റെ ആലയം പണിതുയർത്തും. അതിനുവേണ്ട സകല കാര്യങ്ങളും അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഞാൻ അവരുടെ ആ സംഭവത്തെ കുറിച്ച് ഒരു ബുക്കിൽ വായിച്ചത്, ആ കാലഘട്ടത്തില് ശുശ്രൂഷ ചെയ്യുമ്പോൾ മഹാപുരോഹിതൻ ധരിക്കേണ്ട മാർപ്പതക്കമുണ്ട്. ആ മാർപ്പതക്കത്തില് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ ഓർമ്മയ്ക്കായി 12 രത്നങ്ങളുണ്ട്. ഇന്ന് ലോകത്തിൽ അത് കിട്ടാനില്ല. അത് എവിടെ ചെന്ന് സംഘടിപ്പിക്കാനൊക്കെ അവരതിനെ കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ ബാബിലോണിയ പ്രവാസത്തിലും ആശൂർ പ്രവാസത്തിലൊക്കെ പോയ പുരോഹിതന്മാർ പ്രവാസികളായി അന്യദേശത്ത് പോയപ്പോൾ അവർ മരിക്കുമ്പോൾ ഈ മാർപ്പതക്കവും ധരിച്ച് അതുകൂടെ വെച്ച് ചേർത്ത് പൊതിഞ്ഞാണ് ഇവരുടെ ശവങ്ങൾ അടക്കിയിരിക്കുന്നത്. സാറ്റലൈറ്റിന്റെ സഹായത്താൽ ഇവർ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഇറാഖിന്റെ പല ഭാഗങ്ങളിലും BC 6-ാം ശതകത്തില് പ്രവാസിയായി പോയ പൗരോഹിത്യ വർഗത്തിലെ പലരുടെയും ഡെഡ് ബോഡികൾ അടക്കിയ സ്ഥലങ്ങളില് ഈ മനോഹരമായ രത്നങ്ങളുണ്ട്. പലയിടങ്ങളിൽ നിന്ന് അവർ അത് കുഴിച്ചെടുത്തു. മാർപ്പതക്കത്തിൽ അവരുടെ ആലയം സ്ഥാപിക്കപ്പെടുമ്പോൾ അന്നുള്ള പുരോഹിതൻ അണിഞ്ഞൊരുങ്ങുവാൻ മാർപ്പതക്കത്തിൽ പതിക്കേണ്ടതിന് വിലപ്പെട്ട രത്നങ്ങൾ വരെ അവർ സമ്പാദിച്ചു കഴിഞ്ഞു. പക്ഷേ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നില്ല. പുതിയ നിയമസഭയായ ദൈവത്തിന്റെ ആലയം ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ദൈവം ഒരു ആലയം അനുവദിക്കത്തില്ല. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ യഹൂദൻ തന്റെ ആലയം പണിയും. പണിയേണ്ടതിന് എതിർ ക്രിസ്തു അവന് സഹായിയായിരിക്കും. പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ ആദ്യത്തെ 3.5 വർഷം കഴിയും. രണ്ടാം 3.5 വർഷം ആരംഭിക്കും. കച്ചതയുടെ 2ാമത്തെ ദിശയാണ്. അന്നാളാണ് യഹൂദൻ അറിയുന്നത് അവൻ വശീകരിക്കപ്പെട്ടുപോയി. എതിർ ക്രിസ്തു അവന്റെ മേൽ ആധിപത്യം പിടിച്ചു. മനോഹരമായ ആലയം പണിയും. ആലയത്തിന്റെ
ആരാധനകളിൽ അവൻ ഇടപെടും. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ, അവൻ നിത്യം കഴിക്കുന്ന ഹോമയാഗങ്ങളെ നിർത്തൽ ചെയ്യും. അവൻ വിശുദ്ധ മന്ദിരത്തെ ചവിട്ടി മെതിപ്പാൻ തുനിയും. അപ്പോൾ യഹൂദൻ എന്ത് ചെയ്യും? കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ കഷ്ടതയുടെ അന്ത്യനാളിൽ, അല്ലെങ്കിൽ മഹോദ്രവത്തിന്റെ അവസാന നാളിൽ യഹൂദൻ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. നമ്മുടെ മശിഹാ തമ്പുരാൻ മരിച്ച ശേഷം റോമൻ പടയാളി ഒരു കുത്തുകുത്തിയിട്ടുണ്ട്. പിതാവേ, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ വിട്ടു. എന്നാൽ യേശു മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതിന്, റോമൻ കൈസർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് അന്നത്തെ സൈനാധിപൻ ഒരു കുന്തവുമായി വന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ഇരു കള്ളന്മാർക്ക് മധ്യേ, പാപത്തിനും നീതിക്കും മധ്യേ തന്റെ പ്രവൃത്തിയെ തികച്ച് പ്രാണനെ വിട്ട മശിഹായുടെ വിലാപ്പുറത്തേക്ക് അവൻ കുത്തി. കുന്തം വലിച്ചൂരുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടൊഴുകി. പ്രിയ ദൈവമക്കളെ, ഈ കുന്തം വെച്ച് കുത്തുന്നത് ഇത് യാദൃശ്യമായി സംഭവിച്ചതല്ല. പിന്നെയോ മശിഹാ ആ മുറിവേൽക്കുന്നതിന് 400 വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിൽ ജീവിച്ച പ്രവാചകനായ സഖരിയാ പറഞ്ഞു, അന്നാളിൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദൻ വഞ്ചിക്കപ്പെട്ടുപോയി. അവൻ അവസാനം മനസ്സിലായി, അവൻ വഞ്ചിക്കപ്പെട്ടുപോയി. ഇത് ക്രിസ്തു ആലയത്തിന്റെ മേൽ സ്വാധീനം പിടിച്ചു. യഹൂദൻ ഒരിക്കലും വിഗ്രഹം ആ ദൈവത്താൽ അവൻ അനുവദിക്കപ്പെട്ടതല്ല. തമ്പുരാൻ പ്രമാണം എഴുതുമ്പോൾ കർക്കശമായി പ്രമാണം എഴുതി. 2 കൽപ്പലകയിലാണ് പ്രമാണം എഴുതിയത്. ഒന്നാമത്തെ കൽപ്പലകയിൽ 4 പ്രമാണവും രണ്ടാമത്തെ കൽപ്പലയിൽ 6 പ്രമാണവുമാണ്. ഒന്നാമത്തെ പ്രമാണം ഏതാണെന്നറിയാമോ? ഇസ്രായേലേ കേട്ടുകൊള്ളു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. അടുത്ത്, നീ യാതൊന്നിന്റെയും വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്. ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ ദൈവം കൽപ്പിച്ച പ്രമാണങ്ങളെ ആവർത്തിച്ചെഴുതുമ്പോൾ മോശയോട് ദൈവം പറയുന്നു, മോശയെ ശ്രദ്ധിച്ചു കൊള്ളണം. സീനായിൽ വെച്ച്, മുൾപടർപ്പിൽ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ രൂപം കണ്ടിട്ടില്ല. ആകയാൽ കേട്ടുകൊള്ളണമേ, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴേ ഉള്ളതോ യാതൊന്നിന്റെ നീ വിഗ്രഹം ഉണ്ടാക്കരുത്. ഓർത്തുകൊള്ളണമേ, ഇത് യഹൂദനും ഇസ്ലാമികനും ക്രൈസ്തവനും ഒരുപോലെ ബാധിക്കപ്പെട്ട പ്രമാണമാണ്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ക്രിസ്തുവിന്റെ മ്ലേച്ഛരൂപം ആലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടും. അപ്പോൾ യഹൂദൻ അനുദപിക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് പടയാളി നെഞ്ച് വിലാപ്പുറത്ത് കുത്തി വലിച്ചൂരിയ കുന്തം, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടൊഴുകി. ഇല്ല, ആ മുറിപ്പാട് ഇന്നും മശിഹായുടെ ആ മുറിപ്പാട് കരിഞ്ഞിട്ടില്ല. തന്നെ ക്രൂശിച്ചെന്നും അഭിഷക്തനായ മശിഹാ ഛേദിക്കപ്പെട്ടെന്നും ഓർത്ത് ഇസ്രായേൽ കരയേണ്ടതിന് ഇന്നും ആ മുറിപ്പാട് അവശേഷിക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. അപ്പോൾ അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. ഇസ്രായേലിന് നേരെ ഏതു ക്രിസ്തുവും അവനോടുകൂടെയുള്ള സഖ്യകക്ഷികളും ഒരുപോലെ ചേർന്ന് യുദ്ധത്തിനായി വരും. യഹൂദൻ അന്നാളിൽ നിലവിളിക്കും. ഇതിന് യാക്കോബിന്റെ കഷ്ടമെന്നാണ് പറയുന്നത്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കിക്കരയും. ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായത്തിൽ വരുമ്പോൾ പെട്ടെന്ന് വായിച്ചാൽ 12-ാം അധ്യായം വായിച്ചു. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുക. ഒരമ്മ തന്റെ ഏകജാതൻ ഐസിന്റെ മധ്യത്തിൽ മരിച്ചുപോയാൽ അവനെ ചൊല്ലി കരയുന്നത് പോലെ യഹൂദൻ മശിഹായെ ചൊല്ലി കരയും. കർത്താവേ, നീ മശിഹായാണെന്നറിയാതെ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ ക്രൂശിച്ചുപോയി, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. ബൈബിൾ അതിന് കൊടുത്തിരിക്കുന്നത് അർമഗദോൻ യുദ്ധമെന്നാണ്. യുദ്ധത്തിൽ 2 ഭാഗമായി തിരിയും. ഒരു ഭാഗത്തെ യഹൂദനും മറുഭാഗത്തെ എതിർ ക്രിസ്തുവും അവനോടുള്ള സഖ്യകക്ഷികളും വന്നു ചേരും. ഭൂമിയിൽ ആദ്യമായി രാസായുധം ഉപയോഗിക്കുന്നത് അന്നായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകൻ ഇത് പ്രവചിക്കുമ്പോൾ അന്ന് ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ വാളും പരിചയം ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത്. എന്നാൽ അന്ന് പ്രവാചകൻ പറഞ്ഞു രാസായുധം ഉപയോഗിക്കും.
അടുത്ത കാലത്തായി ഇറാഖിനെ അമേരിക്ക തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നത് രാസായുധത്തിന്റെ പേരിലാണ്. രാസായുധം പൊട്ടിച്ചാൽ എന്താ അവസ്ഥ എന്നറിയാമോ? നമ്മുടെ കണ്ണിന്റെ തടത്തിൽ നിന്ന് കണ്ണങ്ങ് അഴുകി ഒലിച്ചു പോകും. നമ്മുടെ നാവ് അഴുകി ഒലിച്ചു പോകും. മനുഷ്യൻ ഏറ്റവും ഞെട്ടിവിറയ്ക്കുകയാണ്. ഇറാഖിനെ പിന്തുടർന്ന് അമേരിക്ക വേട്ടയാടിയത് രാസായുധത്തെ പേടിച്ചാണ്. എന്നാൽ ബൈബിൾ പറയുന്നു രാസായുധം ഉപയോഗിക്കുന്ന ഒരു ദിവസം വരും, ആറ്റമിക് ഉപയോഗിക്കുന്ന മറ്റൊരു ദിവസം വരും. എന്നാണ് രാസായുധം ഉപയോഗിക്കുന്ന അറിയാമോ? വായിച്ചാട്ട സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12 തുടങ്ങിയുള്ള വാക്യം. അർമഗദോൻ യുദ്ധത്തില് യഹോവ ഇറങ്ങി വരുമ്പോൾ അവന് നേരെ യുദ്ധത്തിന് പുറപ്പെടുന്ന സാത്താന്യ ശക്തിയോടും അതിന്റെ പിന്നിലുള്ള ജനത്തോടും ദൈവത്തിന്റെ ശിക്ഷാവധി എങ്ങനെയെന്നാൽ അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ തടത്തിൽ നിന്ന് കണ്ണ് ചീഞ്ഞ് അഴുകിപ്പോകും. വായിച്ചാട്ട് യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിധം അവർ നിവർന്നു നിൽക്കുമ്പോൾ അടുത്തത് അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ. വേദപുസ്തകം എത്ര സത്യമാണ്! ആകാശം മാറിപ്പോകട്ടെ, ഈ ഭൂമി 100 കഷമായി പൊട്ടിത്തെറിക്കട്ടെ, ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിശക്തമായ രണ്ടാമത്തെ യുദ്ധം അർമഗദോൻ യുദ്ധമായിരിക്കും. ഒരു ഭാഗത്ത് ഇസ്രായേലും ദൈവവും, മറുഭാഗത്ത് എതിർ ക്രിസ്തുവും അവനോടുകൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളും. യുദ്ധത്തിന്റെ മൂർച്ഛിതാവസ്ഥയിൽ ഇസ്രായേൽ ദൈവത്തെ നോക്കി നിലവിളിക്കും, മശിഹായേ, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ ക്രൂശിച്ചു. എങ്ങനെ കരയുമെന്നാണ് എഴുതിയിരിക്കുന്നത്? ഒരമ്മ തന്റെ ഏകജാതൻ മരിച്ചാൽ അവനെ ചൊല്ലി കരയുമ്പോൾ ദാവീദ് കരയും. അന്നാളിൽ അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. 1,44,000 യഹൂദന്മാർ മുദ്രയേറ്റവരായി ഭൂമിയുടെ ഉൾവശങ്ങളിൽ വിശ്രമിക്കും. യെശയ്യാപ്രവചനം 26 നാം വായിച്ചല്ലോ, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തില് ദൂതൻ പറയുകയാണ്, അവൻ പുറപ്പെട്ടു പോയി 1,44,000 യഹൂദന്റെ നെറ്റിമേൽ മുദ്രയിട്ടു. എന്തിനാ? 1000 ആണ്ട് വാഴ്ചയിൽ വന്നു ചേരുവാൻ. അർമഗദോൻ യുദ്ധം നടക്കുമ്പോൾ, ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ പകരുമ്പോൾ ഈ ജനം സുരക്ഷിതമായ സ്ഥാനത്തായിരിക്കും. യാക്കോബ് ഗൃഹത്തെ അവൻ ഭരിക്കും. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കും അവൻ രാജാവായി തീരുമെന്ന് ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞ വചനത്തിന്റെ നിവർത്തിക്കായി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ തെരഞ്ഞെടുത്ത ഈ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്ലാമികന്റെയും ക്രൈസ്തവന്റെയും യഹൂദന്റെയും പുണ്യഭൂമിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ മനോഹരമായ ഒരു ഒലിവുമലയുണ്ട്. കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ക്രൈസ്തവർ ആ സ്ഥലം സന്ദർശിക്കുന്നു. അടുത്ത കാലത്തായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവിടെ മനോഹരമായ ഒരു വലിയ കെട്ടിടം പടുത്തുയർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഗവേഷകർ അതിന് സമ്മതിച്ചില്ല. അവരുടെ പക്കലുണ്ടായിരുന്ന ചില റഡാർ പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ഒലിവുമലയുടെ ഉൾവശത്തെ പരീക്ഷിക്കുമ്പോൾ അവർ പറയുന്നത് 2 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ഒളിച്ചിരിക്കത്തക്ക രീതിയിൽ തേനീച്ച കൂടുകൾ പോലെയുള്ള അറകൾ പ്രത്യക്ഷപ്പെട്ടു വരുന്നു. എന്തിനെന്നറിയാമോ? മഹോദ്രവകാലത്തിന്റെ അവസാന നാളിൽ ദൈവത്തിന്റെ ക്രോധ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലേ, എന്റെ ജനമേ, നീ പോയി അറകളിൽ കയറി വാതിലുകളെ അടച്ചിരിക്കുക എന്ന് വായിച്ചാട്ട്. യെശയ്യാപ്രവചനം 26. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അടുത്തത് യഹോവ ഭൂവാസികളെ
യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കുന്നു. ദൈവം ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളോട് പറയുന്നു, 1,44,000 യഹൂദൻ മുദ്രയേറ്റവനായി ഇതാ ഒരു പാറയുടെ പിളർപ്പിൽ ഒളിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒലിവുമലയുടെ വിള്ളൽ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉസിയാവിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടി ഒളിച്ചതുപോലെ എന്റെ ജനമേ നീ പോയി നിന്റെ അറകളിൽ കയറി ഒളിച്ചിരുന്നു കൊള്ളുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയിൽ അന്ന് ആദ്യമായി രാസായുധം ഭൂമിയിൽ ഉപയോഗിക്കും. രാസായുധം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ അതിന് കയ്യിലിരിക്കുന്ന രാജ്യങ്ങളൊക്കെ അതൊരു വലിയ കണ്ടുപിടുത്തമായി അഭിമാനിക്കുന്നെങ്കിലും എത്രയോ വർഷം മുമ്പ് പറഞ്ഞു, നേരെ നിൽക്കുന്നവന്റെ കണ്ണ് അവന്റെ തടത്തിൽ നിന്ന് അഴുകിപ്പോകും, അസ്ഥിയില്ലാത്ത അവയവങ്ങൾ അഴുകിപ്പോകും. എന്തൊരു അത്ഭുതം! ദൈവത്തിന്റെ വചനം അന്ന് മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. അമേരിക്കക്കാരനെ സദാം ഹുസൈൻ ഏറ്റവും കൂടുതൽ വരട്ടിയത് ഇത് പറഞ്ഞാണ്, രാസായുധമുണ്ട് രാസായുധമുണ്ട് എന്ന്. മാത്രമല്ല, പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ബാബേൽ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ സർവഭൂമിയുടെയും സംഹാരനാശിയായ പർവ്വതമേ എന്ന് ഇറാഖിനെ നോക്കി യെരമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനാടിസ്ഥാനത്തിലാണ് അമേരിക്ക പുറകെ ഞോണ്ടി നടന്ന് സദാമിനെ കുരുക്കി അവസാനം തൂക്കിക്കൊന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാര്യം ഈ രാസായുധം എന്ന് പറയുന്നത് കളിക്കാൻ പറ്റിയ സാധനമല്ല. അത് അബദ്ധവശാൽ പൊട്ടിപ്പോയെങ്കിൽ മനുഷ്യൻ നേരെ നിന്നാൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണ് ചീഞ്ഞഴുകിപ്പോകും, വായിൽ നിന്ന് നാവ് അഴുകി ചീഞ്ഞ് പോകും, അവന്റെ മാംസം ചീഞ്ഞഴുകും. എത്ര വർഷം മുമ്പാണ് എഴുതിയേക്കുന്നത്? ഇതുവരെ ഈ ലോകത്തിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന ഒരു ദിവസമുണ്ട്. യഹോവാക്രോധത്തോടെ ജാതികളുടെ അകൃത്യം നിമിത്തം അവരെ സന്ദർശിപ്പാൻ ഇറങ്ങി വരുമ്പോ ഞാൻ സകല ജാതികളെയും ദണ്ഡിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വെച്ചിരിക്കുന്ന ശിക്ഷ ഏത് എന്നൂടെ വായിച്ചേട്ടാ. 14:12 തുടങ്ങി, പെട്ടെന്ന് വായിക്കും. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകും. അടുത്തത് എത്രയോ വർഷം മുമ്പുള്ള പ്രവചനമാണ് പ്രിയമുള്ളവരെ. പേടിക്കേണ്ട, ആ കാലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഇനി ആറ്റമിക്കിന്റെ പ്രയോഗമുണ്ട്, അത് അവസാനമാണ്. പത്രോസ് പറയാണ്, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തി അഴിയുമെന്ന്. ഇതൊന്നും അക്കാലഘട്ടത്തിൽ മനുഷ്യർ നല്ല വെട്ടോത്തി പോലും പത്രോസ് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പണ്ടൊരു തുരുമ്പ് പിടിച്ച വാള് കണ്ടിട്ടുണ്ട്, തലയ്ക്ക് വെട്ടി ചെവിക്ക് കൊണ്ട് അവസാനം പിന്നെ കരഞ്ഞു യേശു രക്ഷപ്പെടുത്തിയതൊക്കെ കാണാം. ആ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ അമ്പും വില്ലും കുതിരയും ആനയും ഒക്കെ ആയിരുന്നു. വിദ്യാഭ്യാസമില്ലാത്തവൻ, അക്ഷരാഭ്യാസമില്ലാത്തവൻ, കുലഹീനനായവൻ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇങ്ങനെ എഴുതി, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസം ഭൂമി കത്തിജ്വലിക്കുമെന്ന് കണ്ടിട്ട് അവൻ പ്രവചിച്ചു, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോയി, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തി അഴിയും. അതാണ് ആറ്റമിക്കിന്റെ സ്ഫോടനം. അതും തമ്പുരാൻ അനുവദിച്ചു വെച്ചിട്ടുണ്ട്. അത് അവസാനമാണ്, പിന്നീട് നമുക്കത് ചിന്തിക്കാം. എന്നാൽ രാസായുധം ഉപയോഗിക്കുന്നത് അർമഗദോൻ യുദ്ധത്തിലായിരിക്കും. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോൾ ആ അർമഗദോൻ യുദ്ധത്തിന്റെ അനന്തരം 1,44,000 യഹൂദന്മാർ മുദ്രയേറ്റവരായി ഭൂമിയുടെ ഏതോ തുരങ്കത്തിൽ, അല്ലെങ്കിൽ ഒലിവുമലയുടെ താഴ്വരയിൽ അവരോട് ഓടി ഒളിച്ചോളാനാണ് പറയുന്നത്. അതിനുശേഷം ഭൂമിയിൽ വലിയ സംഹാരം നടക്കും. ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങൾ പലതും തകർന്നുടയും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, മശിഹ 1000 ആണ്ട് വാഴ്ച നടത്തുമ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള ഭാഗ്യവാന്മാരായ വിശുദ്ധന്മാരും മുദ്രയേറ്റ് ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട ഇസ്രായേലിലെ 12 ഗോത്രത്തിൽ നിന്ന് 1,44,000 പേരും ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് 10 ജാതികളും ചേർന്ന് 1000 ആണ്ട് വാഴ്ച, അല്ലെങ്കിൽ മശിഹായുടെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. ഇനി അടുത്ത യുദ്ധം ഗോഗ് മഗോഗ് യുദ്ധമാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 7 തുടങ്ങിയുള്ള വാക്യം, ഇതെപ്പോഴാ നടക്കുന്നറിയാമോ? മശിഹായുടെ രാജ്യത്വത്തിനും ശേഷമാണ്. ഇപ്പോൾ ഞാൻ 3 യുദ്ധങ്ങൾ പറഞ്ഞല്ലോ. എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് മുൻപ് മശിഹ മടങ്ങി വന്ന് വിശുദ്ധന്മാർ എടുക്കപ്പെട്ട ശേഷം ഭൂമിയെ ആഗോളയാപമായി പടർന്നു പിടിക്കുന്ന ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായിരിക്കും. അതിനുശേഷം
ശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ഒടുവിൽ 7 വർഷത്തിന്റെ അവസാനത്തിങ്കൽ അർമഗദോൻ എന്നൊരു യുദ്ധം ഉണ്ടായിരിക്കും. ഇനി മശിഹ രാജ്യത്വമേറ്റ ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒരു യുദ്ധമുണ്ട്. ബൈബിൾ അതിന് ഗോഗ് മഗോഗ് യുദ്ധം എന്നാണ്. 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ സ്ഥാപിക്കും മുൻപ് ഭൂമിയുടെ മേൽ നടക്കുന്ന ചില ന്യായവിധിയുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്തതായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെട്ടെന്ന് വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 തുടങ്ങിയുള്ള വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അടിസ്ഥാനത്തിൽ 3-ാമത്തെ യുദ്ധമാണ്. 1-ാമത്തെ യുദ്ധം മശിഹായുടെ മടങ്ങിവരവിന് ശേഷം. ആ യുദ്ധാനന്തരമായിട്ട് ബൈബിൾ നാം പഠിച്ചാല് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യും. 2-ാമത്തെ യുദ്ധം അർമഗദോൻ യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ അവസാനത്തില് മശിഹായുടെ സാമ്രാജ്യം രംഗപ്രവേശനം ചെയ്യും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അടുത്തതായൊരു യുദ്ധമുണ്ട്, ഗോഗ് മഗോഗ് യുദ്ധം. സാത്താൻ സ്വതന്ത്രനാകും. അവൻ പുറപ്പെട്ടിയെന്ന് കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായ ജാതികളെ ഇളക്കി യെരൂശലേമിന് നേരെ വരുത്തും. ആ യുദ്ധത്തിൽ ദൈവം പുറപ്പെട്ട അവർക്ക് നേരെ യുദ്ധം ചെയ്യുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമയം ഇപ്പോൾ തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ട വിഷയം ന്യായവിധി എന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ എല്ലാം വിശദമായി ചിന്തിച്ചു പോകാൻ ഈ കാര്യം തന്നെ നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ 1000 വർഷം വേണ്ടി വരും. എന്നാൽ പോലും പറഞ്ഞു തീരാത്ത വണ്ണം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു ആഴമേറിയ മഹാസമുദ്രമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഒരു പരിധിക്കപ്പുറം ഉൾക്കൊള്ളാനുള്ള ശേഷിയുമില്ല. ആകയാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ന്യായവിധി എന്ന വിഷയമാണ്. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ, വേദപുസ്തകത്തെ നാം പഠിച്ചു വരുമ്പോൾ അതിപ്രധാനമായ 20 ന്യായവിധിയെ കുറിച്ചാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ ദൂതന്മാർക്ക് സംഭവിച്ചത് തുടങ്ങി ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നത് വരെയുള്ള ന്യായവിധിയുടെ കണക്കുകളെ എടുത്താൽ വേദ പണ്ഡിതന്മാർ അതിനെ 20 ന്യായവിധികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ 20 ന്യായവിധിയെ കുറിച്ച് വിശദമായി ചിന്തിപ്പാനല്ല, തുടർന്ന് ലോകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ന്യായവിധിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിലെ 1-ാമത്തെ ന്യായവിധി യേശു ക്രിസ്തുവിന്റെ മേൽ വരുന്ന ന്യായവിധിയ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ ദാനിയേൽ ഒരു ന്യായവിധി കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. ശ്രദ്ധിക്കുക, ദാനിയേൽ പറയുകയാണ് 2600 വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ ദാനിയേൽ പറയുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ അതിലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തിരുന്നു. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ ഇരുന്നു. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. 10,000 പേർ അവന്റെ മുൻപിൽ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ശ്രദ്ധിക്കുക, അവിടെ ദാനിയേൽ ഒരു ന്യായവിധിയെ കാണും. വയോധ്യനായ ഒരുവൻ ഇരിക്കും, തലയും തലമുടിനാരും വെളുപ്പിച്ച ആട്ടിൻ രോമം പോലെ ഇരിക്കും. 10,000 പേർ അവന് ശുശ്രൂഷ ചെയ്യും. അവന്റെ മുൻപിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകിക്കൊണ്ടിരുന്നു. താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ, കൊമ്പ് സംസാരിക്കുന്ന വലിയ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മൃഗത്തെ കൊന്ന് അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളയുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. വായിച്ചാട്ട്, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ
ശബ്ദം കൊമ്പ് നിമിത്തം സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ശ്രദ്ധിക്കുക. ദാനിയേൽ ഇവിടെ ഒരു ന്യായവിധി കാണുന്നു. വയോധ്യനായ ഒരുവൻ ന്യായാസനത്തിലിരുന്നു. 1000-10,000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. അവന്റെ മുൻപിൽ നിന്ന് അഗ്നി നദി ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കൊമ്പ് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ദാനിയേൽ പറയാണ്, കൊമ്പ് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ആരാണ് ഈ കൊമ്പ്? 10 കൊമ്പുകൾ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ, ഈ കൊമ്പുകൾ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, യോഹന്നാനേ, ഇത് വരുവാനിരിക്കുന്ന രാജാക്കന്മാരാണ്. 10 കൊമ്പുകൾക്കിടയിൽ നിന്ന് ദൈവത്തിനെതിരെ ദൂഷണം സംസാരിക്കുന്ന ഒരു കൊമ്പ് എഴുന്നേറ്റ് വരും ഞാൻ കണ്ടു. ഇപ്പോൾ ദാനിയേൽ കാണുന്ന ഈ ദർശനത്തില് വയോധ്യനായവൻ പിതാവായ ദൈവമാണ്. അവൻ സിംഹാസനത്തിൽ ഇരുന്ന് ഏത് ക്രിസ്തുവിനെ ന്യായം വിധിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, കൊമ്പ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ മൃഗത്തെ കൊന്ന് അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ സംഭവം യോഹന്നാൻ പറയുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മൃഗത്തെ കൊന്നു. മൃഗത്തെയും കള്ളപ്രവാചകനെയും കൂടെ പിടിച്ചു കെട്ടി അവർ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ തള്ളിക്കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചാറ്റിന്റെ ഭാഗത്തായിട്ട് നമുക്കത് കാണാൻ കഴിയും. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായല്ലോ, ലോകത്തെ അടക്കി വാഴാൻ വരുന്ന 3 ശക്തികളാണ്. 1 സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം, 2 ഭൂമിയിൽ നിന്ന് കയറി വന്ന കുഞ്ഞാട് പോലെ സംസാരിക്കുന്ന ഒരാട്, 3 ദൂതന്റെ വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണുപോയ തീ നിറമുള്ള മഹാസർപ്പം. ഇവര് 3 പേരും കൂടെ ചേർന്നാണ് ഈ ലോകത്തെ 7 വർഷക്കാലം ഭരിക്കാൻ പോകുന്നത്. ഈ 7 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഇവരുടെ ഭരണം കഴിയുമ്പോൾ പിതാവായ ദൈവം ഇവരെ ന്യായം വിധിക്കുകയാണ്. ന്യായവിധിയുടെ അനന്തരം എന്തെന്നറിയാമോ? കള്ളപ്രവാചകനെയും സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തെയും പിടിച്ച് അവർ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ തള്ളിക്കളഞ്ഞു. വായിക്കാമോ? വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചാൽ മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ, മൃഗത്തെയും ശ്രദ്ധിക്കുക, ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗം, മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ആ മൃഗത്തെയും, അടുത്തത് അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കള്ളപ്രവാചകനുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, മാനവരാശിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു സഭാ നേതാവായിരിക്കും ബൈബിൾ അവനെ കള്ളപ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം. ഈ ചാറ്റിന്റെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അവരെ 2 പേരെയും കൂടെ പിടിച്ചു കെട്ടി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ തള്ളും. 3 പേരായിരുന്നല്ലോ ഭരണം. 1 ദൂതന്റെ വെട്ടേറ്റ് ഭൂമിയിൽ വീണ മഹാസർപ്പം, 2 സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മഹാമൃഗം, 3 കുഞ്ഞാട് പോലെ സംസാരിച്ച ഉപായിയായ കള്ളപ്രവാചകൻ. ഇവന്മാര് 3 പേരും കൂടെ ചേർന്നാണ് 7 വർഷം ഭരിച്ചത്. എന്നാൽ പിതാവ് ന്യായാസനത്തിങ്കൽ വന്നിരിക്കുമ്പോൾ ദാനിയേൽ പറയുന്നു, കൊമ്പ് സംസാരിച്ച ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. അവർ കള്ളപ്രവാചകനെയും മൃഗത്തെയും പിടിച്ച് എന്ത് ചെയ്തു? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ ചാറ്റിന്റെ ഈ ഭാഗത്ത് അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗവും കള്ളപ്രവാചകനും ഇതാ തള്ളപ്പെടുകയാണ്. അപ്പോൾ ഒരുവൻ അവശേഷിച്ചിട്ടുണ്ട്, അതാണ് തീ നിറമുള്ള മഹാസർപ്പം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ മശിഹാ തമ്പുരാൻ ഭൂമിയിൽ രാജ്യത്വമേറ്റ് ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കും മുൻപ് 6ാമത്തെ സാമ്രാജ്യമായ ഏത് ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിലെ കള്ളപ്രവാചകനെയും മൃഗത്തെയും തീപ്പൊയ്കയിൽ തള്ളി. അപ്പോൾ ഈ സർപ്പത്തെ എന്ത് ചെയ്യുന്നറിയാമോ? തീ നിറമുള്ള മഹാസർപ്പത്തെ എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും കൊണ്ടുവരുന്നു. അവൻ എന്ത് ചെയ്തു? പഴയ പാമ്പായ പിശാചിനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടി. 2 പേർ തീപ്പൊയ്കയിൽ തള്ളപ്പെടുകയും ഒരുവൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് മശിഹ തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും. ബൈബിൾ പറയുന്ന 1ാമത്തെ ന്യായവിധി പിതാവായ ദൈവം ഏത് ക്രിസ്തുവിന് നേരെ നടത്തുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ പറയുന്നു, അവർ മൃഗത്തെ കൊന്ന അതിന്റെ ഉടൽ തീയിലിട്ട്
തീയിട്ട് ചുട്ടുകളയുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. കള്ളപ്രവാചകനും സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം തീപ്പൊയ്യയിലേക്ക് പോയപ്പോൾ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് വീണ മഹാസർപ്പത്തെ ദൂതൻ 1000 ആണ്ടേക്ക് പൂട്ടി. 1000 ആണ്ട് കഴിയുവോളം സാത്താനെ അഴിച്ചുവിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയ പാമ്പായ പിശാച് എന്ന മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് പൂട്ടി വീണ്ടും മശിഹ തന്റെ രാജ്യത്വമേറ്റു. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ താഴേക്കുള്ള ഒരു വാക്യത്തിൽ നല്ലൊരു വാക്കുണ്ട്. രാത്രി ദർശനത്തിൽ വീണ്ടും ഞാൻ മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ കണ്ടെന്ന് പറയുന്നല്ലോ. എത്രാമത്തെ വാക്യമാണ്? 7:13 വായിച്ച നിർത്തി വായിക്കണം. രാത്രി ദർശനത്തില് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. ശ്രദ്ധിക്കുക, അതിന്റെ തൊട്ടുമുകളിലുള്ള വാക്യത്തിലാണ് ദാനിയേൽ ഈ ന്യായവിധി കണ്ടത്. തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, രാത്രി ദർശനത്തില് മനുഷ്യപുത്രന് തുല്യനായ ഒരുവൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. ഏതാണ്? തലമുടിനാര് ആറ്റിന്റെ ഓമം പോലെ വെളുപ്പിച്ച് തേജസ്സോടെ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുന്നവന്റെ വലത്തുവശത്ത് മനുഷ്യപുത്രന് തുല്യൻ ഒരുവൻ നിൽക്കുന്നു. അടുത്തത്, അവർ അവനെ അവന്റെ മുമ്പിൽ വയോധ്യന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യം കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് ഗബ്രിയേൽ പറഞ്ഞത്? മറിയമേ, ഇവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ ഇവന് കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1000 ആണ്ട് വാഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ നമ്മുടെ മശിഹ രാജാവായിട്ടിരിക്കും. അതിനു മുൻപ് നീതിയുള്ള പിതാവ് വിധിച്ച് കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഇതായിപ്പോൾ തീങ്കെന്നുങ്ങെത്തുന്ന പൊയ്കയിൽ തള്ളുന്നു. മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നു. ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായവിധിയുടെ ഭാഗം സംഭവം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ്. ഇനി അടുത്ത ന്യായവിധിയുടെ ഭാഗത്തേക്ക് വരാം. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ ന്യായവിധി വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ 20:11 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ അതിന്റെ മനോഹരമായ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു സിംഹാസനത്തിൽ, നീതിയുള്ള ഒരു വിധിയുടെ സിംഹാസനത്തിൽ മരിച്ചവർ ആബാലവൃത്തം വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആരായിരിക്കും ഈ വന്ന് നിൽക്കുന്നവർ? ഇവിടെ വന്ന് നിൽക്കുന്നവർ മരിച്ചു മൺമറഞ്ഞു പോയ ആ മനുഷ്യാത്മാക്കളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യോഹന്നാൻ പറയുന്നു, പിന്നെ ഞാനൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവനും ഇരിക്കുന്നത് കണ്ടു. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. ബൈബിൾ ഇതിന് കൊടുത്തിരിക്കുന്നത് വെള്ള സിംഹാസന ന്യായവിധി എന്നാണ്. മുമ്പേ നാം ഒരു ന്യായവിധിയെ കുറിച്ച് വായിച്ചല്ലോ. ഒരു വയോധ്യൻ ഇരുന്ന് ന്യായം വിധിച്ച് മൃഗത്തെയും കള്ളപ്രവാചകനെയും തീയിലിട്ട് കളഞ്ഞപ്പോൾ അവന്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവപുത്രന് തുല്യനായവനെ വരുത്തി 1000 ആണ്ട് വാഴ്ചയ്ക്ക് രാജ്യം ഏൽപ്പിച്ചു. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ യേശു രാജ്യം പിതാവായ ദൈവത്തെ തിരിച്ചേൽപ്പിച്ചെന്ന് വാക്യവും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ്, അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? രാജ്യം പിതാവായ ദൈവത്തെ അവൻ തിരിച്ചേൽപ്പിച്ചു. കാര്യം പിതാവായ ദൈവമാണ് സർവഭൂവാസികളുടെ മേലും അധികാരം യേശുവിന് കൊടുത്തിരിക്കുന്നത്. ആ രാത്രിയിൽ വയോധ്യന്റെ അടുക്കൽ വന്ന മനുഷ്യപുത്രന് തുല്യനായവന്റെ വാക്കാൽ മുഴു ലോകത്തിന്റെയും ആധിപത്യം കൊടുത്തു. അവൻ 1000 ആണ്ട് വാണു. അടുത്തതായി നാം കാണുന്നത് പിതാവായ ദൈവമല്ല അവിടെ ഇരിക്കുന്നത്. വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ഇരിക്കുന്നവൻ ആരാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയാണ്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെ പുത്രന്റെ വാക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് വായിച്ചാട്ടെ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കും പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ
ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ന്യായാധിപൻ ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തില് തന്റെ വിസ്താരവേളയിൽ പറയുകയാണ്. ഒന്ന് വായിച്ച് 10:42 പെട്ടെന്ന് വായിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ പിതാവ് നിയോഗിച്ച ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഒരിടയൻ തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിക്കുമ്പോൾ നീതിമാനെയും ദുഷ്ടനെയും നീതിയോടെ വിധിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. ബൈബിൾ അതിന് വെള്ള സിംഹാസന ന്യായവിധി എന്നാണ്. ഒരു ന്യായാസനത്തെ കണ്ടു. ആകാശവും ഭൂമിയും അവന്റെ മുമ്പിൽ നോടി മറഞ്ഞു. സിംഹാസനത്തിൽ ഒരുവനിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്ക ന്യായവിധി ഉണ്ടായി. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ ന്യായവിധി മശിഹ സിംഹാസനത്തിൽ ഇരുന്ന് നീതിയോടെ വിധിക്കുന്ന വെള്ള സിംഹാസന ന്യായവിധിയാണ്. ഇനി നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായവിധിയുടെ 3-ാമത്തെ രംഗം കാണാം. ആ ന്യായവിധി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ശേഷം വിശുദ്ധന്മാർ നടത്തുന്ന ന്യായവിധിയാണ്. ഇപ്പോൾ 3 ഭാഗമായി നാം പഠിച്ചു. പിതാവായ ദൈവം എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിച്ചു തീയിൽ തള്ളി. മശിഹ തമ്പുരാൻ മരിച്ച ആത്മാക്കളെ ന്യായം വിധിക്കുന്നു. ഇനി അനന്ത നിത്യതയിലെത്തുമ്പോൾ വിശുദ്ധന്മാർ ന്യായം വിധിക്കും. അങ്ങനെയല്ലേ വായിക്കുന്നത്? 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തില് കൊരിന്ത്യയിലുള്ളവർ ആരോ കോടതി തന്നെ കയറിയിറങ്ങുന്ന കണ്ടപ്പോൾ പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുക, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? അടുത്ത വാക്യം ഏതാണെന്നറിയാമോ? വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിഞ്ഞോണം. എന്നാ വായിച്ചേ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ന്യായവിധിയുടെ 3-ാമത്തെ സിംഹാസനം വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും. ഏത് ദൂതന്മാരാണ്? സ്വർഗത്തിൽ വിശ്വസ്തരായി ജീവിച്ച ദൂതന്മാരോ? അല്ലേ അല്ല. യൂദാ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, പാപം ചെയ്ത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെ അന്തിമ വിധിയുടെ ദിനത്തിനായി അന്ധകാരത്തിന്റെ ചങ്ങലയിലിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. വായിച്ചാട്ടെ യൂദായുടെ ലേഖനം 6-ാം വാക്യവും 2 പത്രോസ് 2:4 പെട്ടെന്ന് വായിക്കണം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് പാപം ചെയ്ത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ സാത്താന്യ ശക്തിയെ നീതിയോടെ വിധിക്കുന്നത് ആരാണെന്നറിയാമോ? ജയം പ്രാപിച്ച വിശുദ്ധന്മാരാണ്. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നു, അവർ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വായിച്ചാട്ട് പത്രോസിന്റെ ലേഖനത്തിലെ വാക്ക് പെട്ടെന്ന് വായി. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ഒരു ന്യായവിധി അവർക്കുണ്ട്. അതിനായി സൂക്ഷിച്ചിരിക്കുക. പാപം ചെയ്ത ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. വിധി നടത്തുന്ന ആരാന്നറിയാമോ? വിശുദ്ധന്മാരാണ്. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മഹാമൃഗത്തെയും കരയിൽ നിന്ന് കയറി വന്ന ആ കള്ളപ്രവാചകനെയും പിതാവായ ദൈവം വിധിച്ച് അവനെ തീയും കെന്നും കത്തുന്ന പൊയ്യയിൽ തള്ളിക്കളഞ്ഞു. വെള്ളസിംഹാസന വിധിയുടെ നാള് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ നീതിയുടെ ന്യായാധിപതിയായിരുന്ന് മരിച്ച സകല ഭൂവാസികളെ ന്യായം വിധിക്കും. എന്നാൽ അനന്ത നിത്യതയിലെത്തുമ്പോൾ വിശുദ്ധന്മാർ സാത്താനെ ന്യായം വിധിക്കും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. ഏത് ദൂതൻ? സ്വർഗത്തിൽ നല്ല വിശ്വസ്തരായ ദൂതന്മാരുണ്ട്. ഗബ്രിയേൽ, മീഖായേൽ, സാറാഫുകൾ, ഇതെല്ലാം ദൂതഗണമാണ്. അവരെ വിധിപ്പാൻ മനുഷ്യൻ അധികാരമില്ല. അവർ വിശ്വസ്തരും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവരുമാണ്. പിന്നെ ആരെയായിരിക്കും വിധിക്കുന്നത്? പത്രോസ് എഴുതിയിരിക്കുന്നു, പാപം ചെയ്ത് സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുത്തിപ്പോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ന്യായവിധിയുടെ ദിനത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ദൂതന്മാരെ
വീണുപോയ ദൂതന്മാരെ വിശുദ്ധന്മാർ ന്യായം വിധിക്കും. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ ന്യായവിധി നമുക്ക് 3 ഭാഗമായി തിരിച്ചു പഠിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന്, പിതാവായ ദൈവം വയോധ്യൻ സിംഹാസനത്തിലിരുന്ന് നടത്തുന്ന ന്യായവിധി. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപാണ്. വീണ്ടും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം മശിക വെള്ള സിംഹാസനത്തിലിരുന്ന് നടത്തുന്ന ന്യായവിധി. അനന്തനിത്യതയുടെ കവാടം തുറന്ന് വിശുദ്ധന്മാർക്ക് ഓഹരി കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ അധികാരത്തിലൊന്ന് വീണുപോയ ദൂതന്മാരുടെ മേലുള്ള ന്യായവിധിയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ പെട്ടെന്ന് ശ്രദ്ധയെ കൊണ്ടുവരാം. അടുത്തതായി നമ്മുടെ ചിന്താ വിഷയം നിത്യത എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വലിയ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ചിന്തിച്ചു തീർക്കാനൊക്കത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. നിത്യത എന്നുള്ളതാണ്. നിത്യത എന്ന വിഷയത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ക്രൈസ്തവർ പൊതുവെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരു സ്വർഗവും ഒരു നരകവും. നന്മ ചെയ്തവർ സ്വർഗത്തിലും തിന്മ ചെയ്തവർ നിത്യ നരകത്തിലും പോകും. അതൊരു നല്ല കാര്യം തന്നെ. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് നിത്യതയെ 5 വാസസ്ഥലങ്ങളായി തിരിച്ചു പഠിക്കാം. ഈ നിത്യതയുടെ ഒരു രൂപം നമുക്ക് ഭൂമിയിൽ തന്നെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടത് കാണാം. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് ആഴമേറിയ ചെങ്കടൽ കടത്തി സീനായിലേക്ക് വന്നു ചേരുമ്പോൾ യഹോവയായ ദൈവം മോശെ പർവ്വതത്തിലേക്ക് വിളിച്ചു. വയോധ്യനായ മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. പെട്ടെന്ന് ദൈവം സ്വർഗ കവാടത്തിന്റെ വാതിൽ തുറന്നു. അതിനുശേഷം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം നീ ഒരു കൂടാരം ഉണ്ടാക്കണം. മോശ താഴ്വരയിൽ ഇറങ്ങി വന്നു. ബെസലേലിനോട് പറഞ്ഞു, മകനെ, ഞാനൊരു ദർശനത്തിൽ ദൈവത്തിന്റെ നിവാസം കണ്ടു. മോനത് ഭൂമിയിൽ പണിയണം. മോശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ബെസലേലിന്റെ മേൽ വ്യാപരിച്ചു. അവൻ മനോഹരമായ ഒരു കൂടാരം പണിതു. യഹോവ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സമാഗമന കൂടാരമാണ്. പൗലോസ് പറയുന്നു, ആ കൂടാരം അത് സ്വർഗത്തിന് നിഴലും ദൃഷ്ടാന്തവുമാണ്. നമ്മൾ ആ കൂടാരത്തെ കുറിച്ച് പഠിച്ചാൽ ഈ നിത്യതയെ കുറിച്ച് ഒരു ഭാഗം പഠിക്കാം. മശിഹാ തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിക്ഷകണത്തോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയ ശേഷം വരാം. അപ്പോൾ നിത്യത എന്ന വിഷയം പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തോട് ചേർത്ത് നമുക്ക് പഠിക്കാം. മോശ സ്വർഗത്തിൽ കണ്ടു ഭൂമിയിൽ ഇറങ്ങി വന്ന് ആ പറഞ്ഞ ക്രമപ്രകാരം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. അതിന് പ്രധാനപ്പെട്ട 3 ഭാഗവും അതിലുപരിയായി ദൈവം വസിച്ച 4മതൊരു സ്ഥലവുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തെ കുറിച്ച് നാം പഠിച്ചാല് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയാണ്, പിന്നെ ഞാൻ കണ്ടു 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യോഹന്നാൻ എന്തെല്ലാം കണ്ടു? ഒരു പുതിയ ആകാശം കണ്ടു. യോഹന്നാൻ ഒരു പുതിയ ഭൂമി കണ്ടു. യോഹന്നാൻ ഒരു പുതിയ യെരൂശലേം കണ്ടു. നമുക്ക് സമാഗമന കൂടാരത്തിലേക്ക് പോകാം. മോശ കൂടാരം ഭൂമിയിൽ പണി കഴിപ്പിക്കുമ്പോൾ അതിന് 3 വശമായിരുന്നു. 1-ാമത്തെ സ്ഥലത്തിന്റെ പേര് പ്രാകാരം എന്നാണ്. പ്രാകാരം. അവിടെ 8-ാം നാളിൽ പരിച്ഛേദനേറ്റ ഒരു ഇസ്രായേലിന് ചെന്ന് ചേരാം. അവിടെ ഒരു ചെറിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചം യാഗപീഠത്തിങ്കൽ യാഗമൃഗം കത്തുന്ന വെളിച്ചമാണ്. അവിടെ ഒരു പിച്ചളത്തൊട്ടിയും ഒരു യാഗപീഠവും ഉണ്ട്. പ്രിയമുള്ളവരെ, ആർക്കവിടെ കയറി ചെല്ലാം? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലും 8-ാം നാളിൽ പരിച്ഛേദനേറ്റവന് പ്രാകാരത്തിൽ ചെന്ന് കയറാം. സ്വർഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന് നിഴലും ദൃഷ്ടാന്തവുമായിട്ടുള്ള ഈ സ്വർഗത്തിന് ഒരു പ്രാകാരമുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ പ്രാകാരത്തിന് ബൈബിൾ പുതിയ ഭൂമി എന്നാണ് പറയുന്നത്. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തേത് ഒരു പ്രാകാരം. ഇതിന് നമുക്ക് പുതിയ ഭൂമി എന്ന് പറയാം. 2-ാമത്തെ ഒരു സ്ഥലമുണ്ട്. അതിന് വിശുദ്ധ സ്ഥലമെന്നാണ് പേര്. അവിടെ എല്ലായ്പ്പോഴും ഒന്നും എല്ലാവർക്കും കയറി ചെല്ലാനൊക്കത്തില്ല. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ട ലേവ്യ വംശത്തിൽപ്പെട്ട പുരോഹിതന് അവിടെ കയറി ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ പ്രാകാരം നിന്ന ശേഷം ഒരു വലിയ കർട്ടൻ കിടക്കുക. ആ കർട്ടന്റെ ഉള്ളിലൂടെ അടുത്ത സ്ഥലത്തേക്ക് കയറി എന്നിരിക്കട്ടെ. അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ
അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നോക്കിയാൽ അടുത്തതായി ഒരു വിശുദ്ധ സ്ഥലം കാണാം. ഈ വിശുദ്ധ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അവിടെ ചില കാര്യങ്ങൾ കാണാം. ഒന്നാമതായി വിശുദ്ധ സ്ഥലത്ത് നാം ചെന്നാൽ ഒരു 7 കവരത്തോടെ നിൽക്കുന്ന ഒരു വിളക്ക് കാണാം. അത് കെട്ടുപോകാതെ ശുദ്ധിയുള്ള ഒലിവെണ്ണ ഒഴിച്ച് നിത്യം കത്തിക്കുകയാണ്. രണ്ടാമത് മറുഭാഗത്തേക്ക് നോക്കിയാൽ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ഇസ്രായേൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് അതിൽ കാഴ്ചയപ്പം വെച്ചിട്ടുണ്ട്. മറുഭാഗത്തേക്ക് നോക്കിയാൽ ഒരു ധൂപപീഠമുണ്ട്, നിത്യം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയറി ചെല്ലാൻ ആർക്ക് അനുവാദം ഉണ്ടെന്നറിയാമോ? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനും പിന്നെ ലേവ്യ പൗരോഹിത്യത്താൽ ആ വംശത്തിൽ ജനിച്ച് അഭിഷേകം പ്രാപിച്ച പുരോഹിതന് കയറി ചെല്ലാം. അവിടെ നിത്യം കത്തുന്ന വിളക്കുണ്ട്, നിത്യം ഇരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, നിത്യം പുകയുന്ന ഒരു ധൂപപീഠമുണ്ട്. അവിടെ ഒരു വെളിച്ചമുണ്ട്. സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിച്ചാൽ 3 നിലവാരത്തിലുള്ള വെളിച്ചമുണ്ട്. പ്രാകാരത്തിലെ വെളിച്ചം യാഗമൃഗം കത്തുമ്പോൾ ഉള്ള വെളിച്ചമാണ്. വിശുദ്ധ സ്ഥലത്തെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒഴിച്ച് കത്തുന്ന വെളിച്ചമാണ്. ഇനി ഉള്ളിലേക്ക് കയറി ചെല്ലാം. അടുത്തൊരു സ്ഥലമുണ്ട്, പേര് അതിവിശുദ്ധ സ്ഥലം എന്നാണ്. അവിടെ ആർക്ക് കയറാമെന്നറിയാമോ? ആ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പുരോഹിതന് കയറാം. എപ്പോൾ? ആണ്ടിൽ ഒരിക്കൽ 7-ാം മാസം 10-ാം തീയതി തന്റെ ജനത്തിന്റെയും പാപപരിഹാരത്തിനായി അവൻ എന്ത് ചെയ്യും? അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൂടാരം സ്വർഗത്തിന് നിഴലും ദൃഷ്ടാന്തമാണ്. ഒരു പ്രാകാരമുണ്ട്, ഒരു വിശുദ്ധ സ്ഥലമുണ്ട്, ഒരു അതിവിശുദ്ധ സ്ഥലമുണ്ട്. എന്താണ് യോഹന്നാൻ പറഞ്ഞത്? ഞാനൊരു പുതിയ ഭൂമി കണ്ടു, ഞാനൊരു പുതിയ ആകാശത്തെ കണ്ടു, മൂന്നാമത് പുതിയ യെരൂശലേം എന്നൊരു വിശുദ്ധ നഗരം കണ്ടു. ഏതാണ് ഈ പുതിയ യെരൂശലേം? ഈ പുതിയ യെരൂശലേമാണ് വിശുദ്ധ ബൈബിളിലെ സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ നാം കണ്ടു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം യോഹന്നാൻ കാണുകയാണ്. ഇനി അടുത്തത് ഈ അതിവിശുദ്ധ സ്ഥലത്തിന്റെ മധ്യഭാഗത്ത് 2 കെരൂബുകളുണ്ട്. ദാവീദ് പറഞ്ഞു, കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന യഹോവേ. ദൈവം വസിച്ചത് കെരൂബുകളുടെ മധ്യയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു നീയോപ്പട്ടകം ഇരിപ്പുണ്ട്. അത് 2 കെരൂബുകൾ അടുപ്പുപണിയായി അടിച്ചു പണിത് മുഖാമുഖം നോക്കിയിരുന്ന് ഒരു ചിറകുകൾ ഉയരത്തിലേക്കും മറ്റേ ചിറക് കൊണ്ട് പെട്ടകത്തെ സൂക്ഷിച്ചുകൊണ്ട് 2 കെരൂബുകൾ ഇരിപ്പുണ്ട്. ഇതിന്റെ നടുവിലാണ് ദൈവം വസിക്കുന്നത്. ഇതെവിടെയാണെന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പറയുന്ന നിത്യതയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ സിയോനാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നു, യഹോവ സിയോനെ തന്റെ നിവാസമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, യഹോവ സിയോനിൽ വിശ്രമിക്കുന്നു, യഹോവയുടെ ഉപദേശം സിയോനിൽ നിന്ന് പുറപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് സിയോനിൽ നിന്നാണ്. യഹോവയുടെ ഉപദേശം പുറപ്പെടുന്നത് സിയോനിൽ നിന്നാണ്. യഹോവ തന്റെ വിശ്രാമ സ്ഥലമായി തെരഞ്ഞെടുത്തത് ഈ സിയോനെയാണ്. സർവഭൂമിയുടെയും ആനന്ദം ഈ സിയോനാണ്. സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നറിയാമോ? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ മധ്യവശത്ത്. നാം ബൈബിൾ പഠിച്ചാൽ ഈ സമാഗമന കൂടാരത്തിന്റെ 3 ഭാഗങ്ങളും അതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന 4ാമതൊരു വശമുണ്ട്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം, 4 കൃപാസനം. പ്രാകാരം പുതിയ ഭൂമിക്കും, അതുപോലെ വിശുദ്ധ സ്ഥലം പുതിയ ആകാശത്തിനും, അതിവിശുദ്ധ സ്ഥലം പുതിയ യെരൂശലേമിനും, കൃപാസനം ദൈവത്തിന്റെ വിശ്രാമ സ്ഥലമായ സിയോനുമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി 5ാമതൊരു സ്ഥലമുണ്ട്. അത് കോമ്പൗണ്ട് വാളിന് പുറത്താണ്. ബൈബിൾ അതിന് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുറത്ത്. അവിടെ എഴുതിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ യാതൊരു അശുദ്ധനും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും ദൈവനഗരത്തിൽ പോവുകയില്ല. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകൾ, ഇവർക്കെല്ലാവർക്കും ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. അതാണ് നിത്യതയിലെ 5ാമത്തെ വാസസ്ഥലം, പാളയത്തിന് പുറത്ത്. മോശയോട് ദൈവം പറഞ്ഞു, കൊലപാതകൻ, കുഷ്ഠരോഗി, അങ്ങനെയുള്ള സകല പാവങ്ങളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും പുറത്തു പൊക്കോണം. അതാണ് നിത്യതയിലെ 5ാമത്തെ വാസസ്ഥലം. ബൈബിൾ അതിന് നരകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നരകം ആർക്ക് വേണ്ടി എന്നറിയാമോ? യെശയ്യാവ് പറയുകയാണ്, പണ്ടുപണ്ടേ നീ രാജാവിനായി ഒരു ദഹന സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അന്തിമ വിധിയുടെ നാളിൽ ഒരിടേൻ ഇരുന്നുകൊണ്ട് കോലാടുകളെയും
ചെമ്മരിയാടുകളെയും വിധിക്കുമ്പോൾ വലതുവശത്തുള്ള നീതിമാന്മാരായ ചെമ്മരിയാടുകളോട്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ പോയിക്കൊള്ളുവേൻ, പിതാവിന്റെ സന്തോഷത്തിൽ പോയിക്കൊള്ളുവേൻ. ഇടത്തുള്ളവരോട് പറയുന്നു, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയ നിത്യ നരകത്തിലേക്ക് പോയിക്കൊള്ളുവേൻ. സാത്താന് വേണ്ടി ഒരുക്കിയതാണ് നരകമെങ്കിലും അവനെ അനുഗമിക്കുന്ന വലിയൊരു പുരുഷാരം നിത്യ നരകത്തിലേക്ക് പോകും. അവിടുത്തെ വേദന ബൈബിൾ എഴുതിയിരിക്കുകയാണ്. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും, ഭയങ്കരമായ ഇരുട്ടുണ്ടാകും. യെശയ്യാ പ്രവചനത്തിൽ വരുമ്പോൾ പ്രവാചകൻ പിശാചിനെ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചു, കൃമി നിനക്ക് പുതപ്പായിരിക്കും. അത് മനുഷ്യന് വേണ്ടിയല്ല, പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർക്ക് വേണ്ടിയാണ്. എന്നാൽ ദൈവം വെളിച്ചമായ ദൈവത്തെ വിട്ട് പാപമായ സാത്താനെ സേവിച്ച മാനവരാശിയിൽ വലിയൊരു ഭാഗം അന്തിമ വിധിക്ക് ശേഷം നിത്യ നരകത്തിലേക്ക് പോകും. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നവരെ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം അവസാനിച്ചു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവ് ഈ 3 രാത്രിയിലും സ്വർഗീയ സന്ദേശം നമ്മോട് അറിയിച്ചുകൊണ്ടിരുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മശിഹ മടങ്ങി വരും. അവന്റെ കൃപയാലും അവന്റെ കരുണയാലും നമുക്ക് അവനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, കർത്താവേ, ഇത്ര വലിയ ഭാഗ്യം ഏഴായ എന്റെ ജീവിതത്തിൽ നൽകിയല്ലോ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ ശിഷ്യന്മാർ തങ്ങളുടെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം മടങ്ങി വന്ന് രക്ഷകനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അത്ഭുതം ചെയ്തു, ഞങ്ങളുടെ അടയാളങ്ങൾ ചെയ്തു, ഭൂതങ്ങൾ അലറിയോടി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. രക്ഷകൻ അവരോട് പറഞ്ഞു, ഭൂതം കീഴടങ്ങുന്നത് കൊണ്ടല്ല, അത്ഭുതം ചെയ്തത് കൊണ്ടല്ല, നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ. കണ്ണുകൾ അടയ്ക്കാം. രക്ഷകന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് കടന്നിയെല്ലാം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഭാവി സംഭവങ്ങളെ കുറിച്ച് നമ്മോട് അറിയിച്ചല്ലോ. നമ്മുടെ യേശു എത്രയും വേഗം മടങ്ങി വരും. അവന്റെ കൃപയാലും അവന്റെ കരുണയാലും അവന്റെ മാറ്റപ്പെടാത്ത വിശ്വസ്തതയാലും നാം നമ്മുടെ രക്ഷകനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനുശേഷം ഭൂമിയിൽ അതിശക്തമായ യുദ്ധങ്ങൾ ഉണ്ടാകും. തകർന്നുടഞ്ഞ സാമ്രാജ്യം എഴുന്നേറ്റ് വരും. മാനവരാശിയെ ഏകീകരിക്കുവാൻ സാത്താൻ കൈമേലും നെറ്റിമേലും മുദ്രയുമായി ഇതാ വാതുക്കൽ നിൽക്കുകയാണ്. ഭൂമിയിൽ വലിയ അനർത്ഥമുണ്ടാകും. ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ ഒന്നൊന്നായി ഭൂമിയുടെ മേൽ ചൊരിയും. പ്രിയ ദൈവ വൈദ്യരെ, ക്രോധദിനത്തെ വിട്ടോടിപ്പോകുവാൻ, ആ വേദനപ്പെട്ട നാളുകളെ വിട്ടോടിപ്പോകുവാൻ ദൈവത്തെ അന്വേഷിപ്പീൻ, നീതിയെ അന്വേഷിപ്പീൻ. ആ ക്രോധദിനം ഒഴിഞ്ഞിരിക്കേണ്ടതിന് കർത്താവിലേക്ക് ഇന്ന് രാത്രി നമുക്ക് അടുത്തിയല്ല. കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ മീറ്റിംഗ് ഇന്ന് രാത്രി അവസാനിക്കുകയാണല്ലോ. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽ മേലിരുന്നാട്ട് നാം ഒരു അവസാന നിമിഷത്തിൽ വന്നെത്തി. ഇതാ സാത്താൻ വാതുക്കൽ നിൽക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടി ജാതികളെയും മൂടും. നിന്റെ മേലോ യഹോവ നീതിയോടെ ഉദിക്കും. വിശ്വസിച്ച ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കാം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ തികച്ചും അലസനായി പോയി, അങ്ങയോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ദൈവരാജ്യത്തിന്റെ മർമ്മം അറിയുവാൻ നീ എനിക്ക് വരം നൽകി. നിന്റെ ദാനമായ ആത്മാവ് എന്നിൽ പകർന്നു. വിശുദ്ധന്മാരുടെ ഐക്യം എനിക്ക് തന്നു. ഈ രാത്രിയിൽ അവസാനമായി ഒരിക്കൽ കൂടെ ദൈവമേ, നിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഞാൻ തിരിഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. രക്ഷകന്റെ പാദപീഠത്തിലേക്ക് പോകാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മളിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ കൃപാലുവായി ദൈവം ഈ വചനത്താൽ നമ്മെ സഹായിക്കട്ടെ.